ചേട്ടാ, എയർപോർട്ടിൽ വന്ന് ചേട്ടൻ എന്നെ സെൻഡ് ഓഫ് ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് ലണ്ടനിലെത്തും. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാനങ്ങ് തിരിച്ചു വരുവേ. എൻ്റെ പേര് കിട്ടു, കോൾ കിട്ടു. ഇതെൻ്റെ ബിസിനസ്, എൻ്റെ മെയിൻ ബിസിനസ്. പണം വാങ്ങിക്കൊണ്ട് ആളെ തട്ടുന്നതാ. ഇപ്പോൾ ഞാൻ പണം വാങ്ങിച്ചിരിക്കുന്നത് നിന്നെ തട്ടാനാ. എന്താ പേടി തോന്നുന്നുണ്ടോ? എനിക്കെന്നല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും പേടിയുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരും കാണാത്ത ദൈവത്തെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ഞങ്ങള് കാണപ്പെട്ട ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. കാണപ്പെട്ട ദൈവമോ? അതാര്? കിങ്. കിങ് എങ്കിലാ കിങ് ഇവിടെ വന്ന് നിന്നെ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണം. തീർക്കടാ ഇവനെ. നിന്നെക്കുറിച്ചും പറഞ്ഞ ബിൽഡപ്പ് കേട്ടപ്പോ നിന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പ്രകാശത്തിന്റെ ഭംഗി കണ്ട് സൂര്യനെ പിടിക്കാൻ മോഹിച്ച് അതിനടുത്തേക്ക് ചെന്നാൽ ഭസ്മമായി പോവുകയുള്ളൂ. എന്റെ ഏരിയയിൽ വന്ന് എനിക്ക് വാണിംഗ് തരുന്നു. അതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നിന്റെ കൺമുന്നിൽ വെച്ചുള്ള നിന്റെ അനുജന്റെ മരണം. നിങ്ങൾ ആരെങ്കിലും എന്റെ അനുജനെ ഒന്ന് തൊടുകയെങ്കിലും ചെയ്താൽ അവനെ ഞാനോട് ഉപേക്ഷിച്ചു പോകാം. ട്രൈ ചെയ്യടാ. എണീക്കടാ, എണീക്കാൻ. പിടിക്ക്. തൊട്ട് നോക്ക്, തൊട്ട് നോക്കടാ. നിനക്ക് കൊട്ടേഷൻ തന്നവൻ ആരടാ? കിങ്ങിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ അറിയാവുന്നതുപോലെ നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താനും അറിയാം. ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്നോടുള്ള കളി വേണ്ട എന്ന് പറയാൻ വേണ്ടിട്ടല്ല. കളിച്ചോ, എന്നോട് കളിച്ചോ, എന്റെ വീട്ടുകാരോട് വേണ്ട. ഇനി നീ എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും കുറിച്ച് ആലോചിച്ചാൽ ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കും. നിനക്കത് താങ്ങാനൊക്കില്ല. അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? ദീപക്ക് ലണ്ടനിൽ പോയതിൽ വിഷമമുണ്ടല്ലേ? അതല്ലടാ മോനെ, നിന്റെ യാത്രയാ ചേട്ടത്തെ വിഷമിപ്പിക്കുന്നത്. അതെ മോനെ, നിനക്ക് ഈ വർഷം തീരെ ശരിയല്ലെന്നല്ലേ ജോത്സ്യൻ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഈ യാത്ര ഒഴിവാക്കിക്കൂടെ? അമ്മേ, ഇപ്പോഴും മുന്നേ ഫോൺ ചെയ്തേ ഉള്ളൂ. ഫാക്ടറി ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ചെന്നാലേ സോൾവ് ആകും. 2 ദിവസത്തെ കാര്യമല്ലോ. പ്ലീസ്. എടാ മോനെ, ഏട്ടൻ പോയതോടെ ഞങ്ങളുടെ എല്ലാ ധൈര്യവും നീയാ. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം എന്നോടൊപ്പം ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. അല്ലട വരുവോനെ, യാത്ര പോവാണല്ലേ? ഗോപി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അല്ല, വേറൊന്നും അല്ല. കുറെ നാളായിട്ട് നിന്റെ അപ്പച്ചി ആഭരണം ഒരേ ബഹളവാ. ഇപ്പൊ സ്വർണത്തിനാണെ വിലയൊന്ന് കൂടി വരികയല്ലേ. 5 ലക്ഷം കിട്ടിയ കൊള്ളായിരുന്നു. ചെന്ന് പാകിസ്ഥാൻ ഓസ്ട്രേലിയക്ക് വേണ്ടി ബെറ്റ് വെക്കേ. ബെറ്റൊക്കെ ഞാൻ എന്നെ നിർത്തി. എന്താടി ഒന്ന് പറയടി. മാമൻ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കേയില്ല. ചേട്ടോ, വലിയ മോന് കള്ളം പറയുന്ന ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? സ്ട്രെയിറ്റ് അടങ്ങി ചോദിച്ചാ എത്ര പണം വേണമെങ്കിലും തരുമല്ലോ അല്ലേ? തരില്ല. നിങ്ങളെ 3 പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പച്ചിമാരെ ഓർത്താ ഞാനൊന്നും പറയാത്തത്. പോയി ജോലി നോക്ക്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും പട്ടി എച്ചിൽ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ജോലിയെല്ലാം നോക്കിട്ട് വരാം. അപ്പച്ചിക്ക് ഗോൾഡ് വല്ലതും വേണോ? എനിക്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ നിന്നോട് നേരിട്ട് ചോദിക്കില്ലേ? അങ്ങനോട് എന്തിനാ ചോദിക്കുന്നത്? വള്ളത്തിലെ കയ്യിലുള്ളൂ. നന്നായിടാ മോനെ.
കിങ്ങിന്റെ കയ്യിൽ നിന്ന് ഇനി ഒരു നയ പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട. കടം മേടിച്ച പൈസ തിരികെ കൊടുത്തില്ലെങ്കിലേ അവന്മാരെല്ലാം കൂടി വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറി ഇന്ന് ഭരതനാട്യം കളിക്കും. എന്ത് ചെയ്യൂടാ നമ്മള്? തുടങ്ങി ഈ ഫോൺ വല്ല കുളത്തിന് വലിച്ചെറിയണം. താണ്ടേ ദാസപ്പൻ, ഓ ഇവന് 100 ആയുസാട്ടോ. രണ്ടു കൊല്ലോട്ട് പലിശ പോലും കൊടുക്കാതെ പറ്റിക്കല്ലേ. കൊടുക്കാൻ ഉണ്ടായിട്ട് വേണ്ടടാ. ഇതാരാ? ഷെഫിയല്ലേ? ദാ ഷെഫി. ഇനിയിപ്പോ നമുക്ക് ബെറ്റേ ആസ്ട്രേലിയക്ക് വേണ്ടി വെച്ചാ മതിടാ. എന്താണ് ചേട്ടേ ഫോൺ എടുക്കാത്ത? ദാസനല്ലേ? നീ എങ്ങനെയാ ഈ ഫോണിൽ നിന്ന് വിളിക്കുന്നത്? ഞാനേ ഡൽഹിയിലുള്ളേ. അവിടെ നിന്ന് വന്നിട്ട് നിന്റെ എല്ലാ ഇടപാടും തീർക്കാവുന്നേ. ഇവിടെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. തീരെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തപ്പോ ഡൽഹിയിലുള്ള നീ എന്തിനാണ് പേടിക്കുന്നത്? ദാസപ്പ, നീ എവിടെയാ ഉള്ളത്? എടാ ഞാൻ എവിടെയായാലും നീ എപ്പോഴും എന്റെ ഗൺ പോയിന്റിൽ ഉണ്ടാവും. എന്നെ കൊന്ന നിനക്ക് എന്ത് കിട്ടാനാണ് ദാസപ്പ? ഞാൻ കോടികൾക്ക് വേണ്ടി ഒരു സ്കെച്ച് ഇട്ടിരിക്കുക. പറ്റിക്കാൻ നോക്കിയാ ഇനി പൊട്ടുന്ന ബൾബായിരിക്കില്ല, നിന്റെ തല തന്നെ ആയിരിക്കും. അല്ല, എന്തോ ഒരു സ്കെച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്താ അത്? ഞാൻ പറയല്ല, ചെയ്ത് കാണിച്ചു തരാടാ. ഒറീസയിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വരില്ലടാ. എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാ ഈ സ്കെച്ചിനെ കുറിച്ച്. ഇതുവരെ ഒന്നും നടന്നില്ല. അവനെ കൊണ്ടത് കഴിഞ്ഞില്ലെങ്കിൽ നോക്കിയോ. അപ്പൊ ചേട്ടനെ കൊണ്ട് കഴിയുമെന്നാണോ? അപ്പൊ നിങ്ങൾ സ്കെച്ച് ഇട്ട് കഴിഞ്ഞല്ലേ? അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ. സർ, ഫ്ലൈറ്റ് ഇപ്പോഴാ സാർ ലാൻഡ് ചെയ്തത്. നീ പുതിയ അപ്പോയിന്റ്മെന്റ് ആണെന്ന് നോക്കണം. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. ബോസ് വളരെ ഷാർപ്പാണ്. പ്ലീസ് സാർ ഒന്ന് പേടിക്കാതിരിക്കൂ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓ സോറി സർ. വെൽക്കം സർ. സർ, ഐ എം സ്വപ്ന സർ. പ്ലീസ് കം. ലെറ്റ്സ് ഗോ. പ്രോബ്ലം എന്താ? ലോക്കൽ മാഫിയാണ് സാർ. വർക്കേഴ്സിനെ പേടിപ്പിച്ച് ജോലിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയാണ്. ആർക്കോ വേണ്ടി ഈ ഫാക്ടറി ഇരിക്കുന്ന സ്ഥലം കൈയടക്കുക എന്ന് അവരുടെ ഉദ്ദേശം. ഇങ്ങനെയുള്ളവരെ ഫേസ് ചെയ്ത് ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിസ്ക് ആണ് സർ. അതുകൊണ്ട് ഫാക്ടറി ക്ലോസ് ചെയ്യുന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കേവലം കുറെ ഗുണ്ടകൾ കാരണം 3000 കുടുംബങ്ങൾ പട്ടിണിയാവുമെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടത് ഫാക്ടറി അല്ല, ആ ഗുണ്ടകളെയാണ്. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സാർ. യുദ്ധഭൂമിയിൽ സൈനികർ പേടിച്ചാലും കിങ് പേടിച്ചുകൂടാ. ഹലോ സർ, ഫ്ലൈറ്റിന് ടൈം. ഞാൻ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാം. സാർ എവിടെയുണ്ട്? ഗ്രേവി യാർഡിലുള്ള ഗ്രേവി ആടോ? അത് ഓക്കെ. सॉरी किंग. आपने किसी का मिसिंग होने का कंप्लेंट दिया था ना? अरे सर. आइडेंटिफाई कीजिए. यही है? नहीं. क्या ये है? नहीं सर. यही है? ये आदमी है क्या? नो.
കാണാനില്ലെന്നോ? എല്ലായിടത്തും അന്വേഷിച്ചു, എല്ലാ പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റും ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എങ്ങനെ വിവരം കിട്ടാനാ? വീട്ടിലുള്ള കളറെ നാട്ടിൽ തെരഞ്ഞിട്ട് എന്താ കാര്യം? എന്താടാ ഗോപി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദാ ഒറീസയിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വരില്ലടോ. ഒറീസയിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വരില്ലടോ. ഒറീസയിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വരില്ലടോ. അപ്പൊ ചേട്ടായുടെ ചീട്ട് കീറി. എടാ ഗോപിനാഥാ എന്താടാ ഇത്? നിങ്ങൾക്കെതിരെയുള്ള തെളിവ് ഇൻസ്പെക്ടർ DCP ആ DCP ഇൻസ്പെക്ടർ ഇയാളെ ലോക്കപ്പ് കയറ്റി നിങ്ങളുടെ പോലീസ് മുറിയിൽ ചോദിച്ചാൽ സത്യം പുറത്തു വരും. JP സാർ, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ വരാം. അതിനു മുമ്പ് എന്റെ കയ്യിലും കുറെ തെളിവുകളുണ്ട്. ഞാൻ അത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ആ, വാ, മാറ് മാറ്. ചേട്ടനും സെൽഫോൺ എടുക്കാൻ പോയതായിരിക്കും. ശ്ശെ, അയാൾ രക്ഷപ്പെട്ടു. അയാൾ ഈ വയറും വെച്ചോണ്ട് എവിടം പരിപാടി പോവാനാ? വേഗം ചെന്ന് അന്വേഷിച്ച് നോക്ക്. കമോൺ. ഗോപിയേട്ടാ, നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. അവിടെ ഇങ്ങനെ കൊല്ലിച്ചിട്ട് ഇപ്പൊ ജയപ്പേട്ടന്റെ തലയിലാക്കിയല്ലേ? കൊലച്ചിരിയാണല്ലേ? ചേട്ടത്തി, അനിയൻ കുഞ്ഞിന് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞാലോ? അത് വേണ്ട, അവൻ ഇതൊന്നും സഹിക്കാൻ ഒക്കില്ല. ആ ഈശ്വരൻ വലിയ മോനൊരു ആപത്തും വരുത്തില്ല. നിങ്ങളാരും വിഷമിക്കേണ്ട. ഭഗവാനെ, ഞാൻ എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നു. എന്നാൽ എന്റെ ധൈര്യം നീ മാത്രമാ. എന്റെ മോന് ഒരു ആപത്തും വരുത്താതെ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണം. നമസ്കാരം സാർ. എന്തിനാ പിന്നെ വന്നത്? ഞാൻ ഒഴിഞ്ഞു തരില്ലെന്ന് പറഞ്ഞതല്ലേ? കാലാവധി കഴിഞ്ഞില്ലേ? ഇയാളുടെ മകളുടെ വിവാഹമാണ്. നിങ്ങളിത് ഒഴിഞ്ഞു തന്നിട്ട് വേണം ഇത് വിറ്റിട്ട് ഇയാളുടെ മകളുടെ വിവാഹം നടത്താൻ. ഇത് പറയാ നീ ആരടാ? പോക്രി സേതുവിന്റെ ആളാ. അയ്യോ, ഓക്രി ചെയ്തു, ആക്രി ചെയ്തു, മാക്രി ചെയ്തു. ആരാ അവൻ? ഇറങ്ങണ പുറത്ത്. നടക്കടാ. പോടാ. ആരാണോ നീ? ഈസ്റ്റ് സൈഡ് സ്മാർട്ട് സിറ്റി, വെസ്റ്റ് സൈഡ് സുഭാഷ് പാർക്ക്, നോർത്ത് സൈഡ് ഹൈക്കോർട്ട്, സൗത്ത് സൈഡ് ഷിപ്പ് യാർഡ്, ഓൾ സൈഡ് എറണാകുളം സിറ്റിയിൽ പോക്കിരി സേതുവിന് അറിയാത്തവൻ ആരടാ? ആരാടാ പോക്കിരി സേതു? നിനക്ക് ഹിൽ പാലസ് അറിയോ? അറിയാം. ബോൾഗാട്ടി അറിയാം. നെടുമ്പാശ്ശേരി അറിയാങ്കി പിന്നെ പോക്കിരി സേതുവിന് അറിയാത്തെന്തടാ? അവനാരാ? നിനക്കൊരു ക്ലൂ തരാം. പോക്കിരി സേതുവിന്റെ ഒരു തല്ല് കൊണ്ടാൽ എറണാകുളം കൊച്ചി മാപ്പ് മുഴുവൻ സെക്കൻഡുകൾക്കുള്ളിൽ കാണാം. അതെയോ? ഡൗട്ട് ഉണ്ടോ? ശരിയാ, എല്ലാം കാണാം. കണ്ടല്ലോ, ഞാൻ ആ പോക്കിരി സേതു. ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ബാറിന്റെ ഓണർ നിന്നെ ഒഴിപ്പിക്കാൻ എനിക്ക് കൊട്ടേഷൻ തന്നു. അത് നടന്നില്ലെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യും. കരാർ തന്നയാൾക്ക് ഫീൽ ചെയ്താൽ എനിക്കത് ഹേർട്ടാവും. പട്ടായാൽ എന്ത് ചെയ്യും? ഇപ്പൊ മനസ്സിലായില്ലേ? മര്യാദക്ക് നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോണം. എന്താണ് ഈ കാണിക്കുന്നത്? കേറി ഒന്ന് അക്രമം കാണിക്കുന്നത് കണ്ടില്ലേ സാർ? നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ലടാ. പോലീസിന് മുമ്പിലാണ് അഭ്യാസം. മര്യാദയ്ക്ക് എന്നോട് വേണം. ഓടിക്കോ. സാർ രക്ഷിക്കണം സാർ, എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ പോയിക്കോളാം സാർ. സാർ പ്ലീസ്, ഞങ്ങൾ പോയിക്കോളാം സാർ. ഇപ്പൊ തന്നെ പോയിക്കോളാം. എടാ വാടാ, വേഗം വാ, വേഗം വാ.
പേടിച്ചു പോയോ? ഇത് വെറും ഡ്രാമയല്ലേ? രാമയാ? എല്ലാം ഡെമ്മിയാ. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ട, വേഗം പൈസ എടുക്കേട്ടാ. 10,000. 10,000 ഡ്രസ്സിന്റെ വാടക കുപ്പിയുടെ പോലും ആയിട്ടില്ല, കാശ് എടുക്ക. അച്ഛാ, ഇനിയും കണക്കൊന്നും പറയണ്ട. ഇയാളുടെ മോളുടെ കല്യാണത്തിന്റെ കാര്യമല്ലേ? അടിയും വെടിയും ഇല്ലാതെ അവർ ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ടച്ചിങ്സ് എങ്കിലും കിട്ടിയാൽ. ടച്ചിങ്സ്? അതെ, പബ്ബല്ലേ, പബ്ബിൽ പെണ്ണുങ്ങളുമായിട്ട് സ്മോൾ അടിച്ചോണ്ട് ഡാൻസ്. എനിക്കൊരു പെണ്ണ് കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പബ്ബിൽ ചെന്ന് ഡാൻസ് കളിച്ചോളാം. എന്ത് ചെയ്യാനാടാ, ഞാൻ നിനക്ക് വേണ്ടി ശ്രമിക്കാഞ്ഞിട്ടാണോ? കെട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണോ? ഛെ, നമ്മുടെ ഗെറ്റപ്പൻ റൗഡൂസും ഒക്കെ കണ്ട ആരെങ്കിലും പെണ്ണ് തരുവോടാ? റൗഡിസം മാറ്റാൻ പറ്റില്ലല്ലോ, ഈ ഗെറ്റപ്പ് ഒന്ന് മാറ്റേ, ആരെങ്കിലും വന്ന് സെറ്റപ്പ് അതൊന്നും ആവും. വേണ്ട, തലവിധി പോലെ വരാം. അയ്യോ, ദേ മഴ തുടങ്ങില്ലോടാ. എന്ത് പറ്റിയടാ? ആ പെണ്ണിനെ കാണാൻ എന്തൊരു ഭംഗിയാ. എന്നിട്ട് എവിടെ? ബസ്സിൽ കയറി പോയി. അവൾ എവിടെയെങ്കിലും പൊട്ടാ, അതിന് നീ എന്തിനാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? ഞാൻ അവളെ കെട്ടാൻ തീരുമാനിച്ചു. ഓ, നീ അങ്ങ് തീരുമാനിച്ചാൽ മതി, അവൾക്കൂടെ അങ്ങനെ തോന്നണ്ടേ? പോക്കിരി ചെയ്ത് തീരുമാനിച്ചാ പിന്നെ അത് ഓക്കെ ആണ്. അണ്ണ വണ്ടി തന്നെ ഇരുന്നോ, ഞാൻ അവനെ ഒതുക്കിയിട്ട് വരാം. ആരോടോ ഈ പോക്കിരി ചെയ്തു? ഇറങ്ങി വേടാ ഇങ്ങോട്ട്. ഞങ്ങളുടെ ഏരിയ വന്നിട്ടാണ് അവന്റെ അഭ്യാസവും പെർഫോമൻസും എന്റെ കായ്ക്ക് ജോലി ഉണ്ടാകും. ഞാൻ ഇങ്ങെത്തി. എന്താടാ സെറ്റിൽമെന്റ് ബിസിനസിന് നിനക്ക് എന്റെ ഏരിയ തന്നെ വേണോ അല്ലേ? കൊച്ചി രാജാവ് നിന്റെ അമ്മൂമ്മയ്ക്ക് എഴുതി കൊടുത്താണോടാ ഈ ഏരിയ? ഏയ് ശേഖര, നീ ആയിരുന്നോ? ചന്ദ്രേട്ടൻ ഇവിടെ? അതെ ശേഖര, ഇവൻ എന്റെ മോനാ. വാ, അകത്തന്നെ സംസാരിക്കാലോ. അതെ ബായ്, ഈ സിറ്റിയിൽ രാജശേഖരൻ എന്ത് തീരുമാനിച്ചാലും അത് നടന്നിരിക്കും. അത് ഗുണ്ടാപ്പിരിവാണെങ്കിലും സെറ്റിൽമെന്റ് ആണെങ്കിലും ശരി. അതിന്റെ ഇടയിൽ നീ എന്തിനാ അടയൊക്കെ വെറുതെ? കോമ്പറ്റീഷൻ ആണെന്ന് കരുതിയാ മതി. ആർക്കിട്ടെങ്കിലും 4 തല്ലു കൊടുത്തു കരുതി വലിയ ആളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ ഇതുപോലെ ഒരുപാട് അഭ്യാസം കണ്ടിട്ടുള്ള എന്റെ പേര് കേട്ട പോലീസുകാർ പോലും ഇറക്കി. നോർത്ത് സ്റ്റേഷനിൽ എസ് ഐ നമ്മുടെ ഗോവിന്ദൻ ലോക്കപ്പിലിട്ട് ഇരിക്കുന്ന. ആ എസ് ഐയോട് എന്റെ പേര് പറഞ്ഞായിരുന്ന? അണ്ണന്റെ പേര് പറഞ്ഞപ്പോ കുനിച്ചെടുത്ത് ഇരിക്കുന്ന. പിന്നെ അവനവിടെ കിടക്കട്ടെ. നീ എന്താടാ കരുതിയേ? ആർക്കെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ വന്ന് ചുമ്മാതങ്ങ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരുന്നു. നിന്റെ ധൈര്യം തന്റെ ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കൂടെ ഒരാളായിട്ട് കുടിക്കോ. ഞാൻ ഒരുത്തന്നെയും കൂടെ പണിയെടുക്കില്ല. ചന്ദ്രേട്ട ഇവൻ എന്താ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്യാൻ? അവൻ അങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാനിങ്ങനെ ഒരുപാട് റവടികളെ ഒതുക്കിയിട്ടുണ്ടോന്ന് ഇവനെ അറിയാത്തോണ്ടായിരിക്കും. ഇവനേതായാലും ചന്ദ്രേട്ടന്റെ മോനായി പോയില്ലേ? ഈ ഏരിയ നീ തന്നെ നോക്കിയിട്ട് ഒരു 10% കമ്മീഷൻ എടുത്തോടാ. നിങ്ങൾ എന്റെ അടുത്താണോ അതോ ഞാൻ നിങ്ങളുടെ അടുത്താണോ വന്നത്? അതിപ്പോ നിന്റെ അടുത്ത് ഞാനല്ലേ വന്നത്. അപ്പൊ ചോയ്സ് എന്റേതാണ്. അതെന്താ അത്? ആ 10% നിങ്ങൾ എടുത്തോ. അല്ലേ ഇവൻ പറയണത് കേട്ടാ. എന്നാട് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? അവൻ അങ്ങനെ ശേഖരൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചന്ദ്രേട്ടൻ എങ്ങനെ ഇങ്ങനെ ഒരുത്തനുണ്ടായത്? നിങ്ങളെ ഓർത്ത് മാത്രം ഞാൻ ഇവനെ ഒന്നും ചെയ്യാത്തത്. ശരി, നീ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ പുറത്ത് തിരിച്ചേ പറയാവൂ. എന്തിന്? ഇടാ, ഞാനും ചന്ദ്രേട്ടൻ തമ്മിലുള്ള റിലേഷൻ അവർക്കറിയില്ല. രാജശേഖരൻ പേടിച്ച് പിന്മാറുന്നില്ല അവര് വിചാരിക്കുള്ളൂ. ഒന്ന് പറയേ. അതാണ് സേതു. ശരി, അങ്ങനെ ആവട്ടെ. രായപ്പാ അതിങ്ങടെ എടുത്തടാ. ആ കൊണ്ടുവാ. ഈ ഗിഫ്റ്റ് നിനക്കുള്ളതാണ്. ഗിഫ്റ്റോ? ആ. എന്തേത്? തുറന്നു നോക്ക, അപ്പ അറിയാല്ല. ഇനി മുതൽ ഇവിടത്തെ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അണ്ണൻ സേതുവിന് കൊടുത്തിരിക്കുകയാണ്. കൊടുത്തതല്ല. അണ്ണാ, ഇവന്റെ പേര് മെന്റൽ രാജേഷ്. നമസ്കാരം. ചെറുപ്പം മുതലേ സർവ്വവൃത്തികേടുകളും കാണിച്ച് ആവശ്യം പോലെ കാശുണ്ടാക്കി സ്വന്തം നാട്ടിൽ ഒരു ലിക്കർ ഷോപ്പ് തുടങ്ങി. ഇപ്പൊ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി അവരുടെ ഭർത്താക്കന്മാരും പിള്ളേരും എല്ലാം കുടിച്ച് നശിക്കുന്നു എന്നും പറഞ്ഞ് ഷോപ്പ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. കാശ് മുടക്കുവാൻ ഒരു വിലയില്ല. ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വേറൊന്നും ചെയ്യാതെ ലിക്കർ ഷോപ്പിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഭാര്യയ്ക്കും പിള്ളേർക്കും കൊടുക്കാതെ ലിക്കർ ഷോപ്പിൽ കൊടുത്താൽ പിന്നെ അവർ എന്ത് ചെയ്യണടാ? വ്യാജ ലിക്കർ വിറ്റ് തന്നെ കാശുണ്ടാക്കണം അല്ലടാ. എവിടെ പോയി? നെക്സ്റ്റ് പറയടാ.
ഇവന്റെ കാര്യം കേട്ട ആരായാലും താഴെ വീണ് കിടന്ന് കരയും. അതെയോ? ആ കല്യാണത്തിന് മുമ്പ് 10 ലക്ഷം കൊടുക്കാന്ന അമ്മ അയ്യപ്പൻ പറഞ്ഞത്. 1 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ട് ഒരു നീണ്ട അവധിയും ചോദിച്ചു. ഇവൻ 1 മാസം കഴിഞ്ഞപ്പോ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നാഭിക്ക് ഒരു ചവിട്ടും കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. പാവം ഇവന്റെ പേരിൽ അങ്ങേര് കേസ് കൊടുത്തിരിക്കുന്ന എന്താ അന്യായം ഉണ്ടായത്? നിന്റെ ഈ മരമോന്തയ്ക്ക് 10 ലക്ഷം വേണോ? പാവം പിടിച്ചൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു. എവിടെ പോടാ? ഒരുത്തരും കാണുന്നില്ലല്ലോ. എല്ലാം ഇത്രയും കേസ് തന്നെയാണോ? സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ? സെറ്റിൽമെന്റ് എന്നാൽ നമുക്ക് സെറ്റിൽ ആകാൻ വേണ്ടിയുള്ളതാണെന്ന് വിചാരിച്ചോ? ഒരിക്കൽ കൂടി നീ ഇത്തരം കേസുകളുമായി വന്നാൽ നിന്റെ കേസ് അപ്പൊ ഞാൻ സെറ്റിൽ. ബാങ്കിന്റെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് ജനങ്ങൾ അവരുടെ പണം അവിടെ നിക്ഷേപിക്കുന്നത്. ലോൺ എടുത്ത പണം കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ അത് ബാങ്കിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പലിശ ഒഴിവാക്കിയാൽ തന്നെ ഈ ഏരിയയിൽ നിന്ന് മാത്രം ബാങ്കിന് കിട്ടാനുള്ള തുക 10 കോടിക്ക് മുകളിലാണ്. അത് റിക്കവർ ചെയ്താൽ 10% നിങ്ങൾക്ക്. പെർസെന്റേജിനേക്കാൾ വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഡീൽ ഓക്കെ? നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോളൂ. താങ്ക് യു സർ. വരുന്ന ബിസിനസ് എല്ലാം നീ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇവൻ ഇന്നലെ എനിക്ക് ഇൻഫർമേഷൻ തന്നു. എന്നാലും നിന്റെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ്. ചെയ്യുന്ന സെറ്റിൽമെന്റിലും ന്യായം ഉണ്ടാവണം എന്നുള്ളത് എന്റെ പോളിസി. അണ്ണന് വേണ്ടത് പോളിസി അല്ല, പൈസ. പൈസയ്ക്ക് വേണ്ടി എല്ലാ ഡീലും ഏറ്റെടുത്തോണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്നതുകൊണ്ട് നിന്റെ അണ്ണനോട് വൈരാഗ്യം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതേസമയത്ത് ഇത്തരം ഡീലുകൾ ചെയ്താൽ നമുക്ക് പൈസയും ഇമേജും ഒരുപോലെ ഉണ്ടാകും. എന്താ ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇനി ആര് വന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നിന്റെ സ്റ്റൈലിൽ തന്നെ നീ ബിസിനസ് ചെയ്താൽ മതി. വരട്ടെ ഞാൻ പോയിട്ടോ. വാടാ, നിന്നെ ഞാനിന്ന് ശരിയാക്കൂടാ. നമ്മുടെ ഫസ്റ്റ് ഡീലാണ്. എല്ലാം സ്മൂത്ത് ആയിരിക്കും. ഓക്കെ അണ്ണനല്ലടാ, ഓക്കെ ബ്രോ. ബ്രോ എന്നാൽ ബ്രദർ എന്ന കോർപ്പറേറ്റ് സ്റ്റൈൽ. ഡിസ്പസ്. അവൻ ഏത് ഫ്ലോറിലാടാ? എന്താ കണ്ണ് കാലടാ നിനക്ക്? സാർ എന്റെ ഗേൾഫ്രണ്ട്. മുട്ടയെന്ന് പിരിയുന്നതിന് പോകുന്ന ഗേൾഫ്രണ്ട്. സാർ എന്റെ ഗ്ലാസ്. ബലൂൺ കാണാം. പ്രേമിക്കാൻ നടക്കുന്നു. എന്താണ് ഈ ബഹളമൊക്കെ? വാലന്റൈൻസ് ഡേ ആണ് ഇന്ന്. ആർക്കെങ്കിലും ഒരു പൂ കൊടുത്താൽ ലവ് സക്സസ് ആകുന്ന. പോടാ അവിടുന്ന്. ഓരോ കോപ്രായങ്ങള് വായി നോക്കി കിടക്കുന്ന പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതൊക്കെ. ഇന്ന് അശോക മെട്രോപൊളിറ്റൻ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തവരിൽ ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ഈസ് ടോക്കൺ നമ്പർ 153. എന്താണ് നോക്കുന്നത്? ഡെസ്ക്ടോപ്പിൽ അന്ന് കണ്ടത് ഇവിടെയാടാ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. താങ്ക് യു. മാഡത്തിന്റെ പേര്? ശ്രാവണി. അവളുടെ പേര് ശ്രാവണി എന്നാണ്. നല്ല പേര് അല്ലടാ. നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയ ഈ 25,000 നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ പേരിൽ ഏതെങ്കിലും ഓർഫനേജിലേക്ക് നിങ്ങൾ ഈ മണി ഡൊനേറ്റ് ചെയ്യണമെന്ന് എന്റെ വാവ്. എന്റെ ദൈവമേ, അത് കേട്ടില്ലടാ. ഈ വാലന്റൈൻസ് ഡേയിൽ ഇത്രയും വലിയ ഗിഫ്റ്റ് അനാഥ കുട്ടികൾക്ക് കൊടുത്താ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് എന്താ കൊടുക്കാൻ പോകുന്നത്? സോറി, എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. കേട്ടില്ലടാ, അവക്ക് ബോയ് ഫ്രണ്ടും ഇല്ല. ഭാവിയിൽ എങ്ങനെയുള്ള ആളായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ബേസിക്കലി സോഫ്റ്റ് മൈൻഡുള്ള ആളായിരിക്കണം. ഒരു കവളത്തടിച്ച മറ്റേ കവളം കാണിച്ചു കൊടുക്കുന്ന ഗാന്ധിയൻ ഫോളോവർ ആയിരിക്കണം. കേട്ടില്ലേ? കലയോട് നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. ആ പെണ്ണ് പറഞ്ഞ ഒരു ഗുണം പോലും അണ്ണന്റെ കയ്യിലില്ല. പിന്നെന്ത് ചെയ്യാൻ? താങ്ക് യു. താങ്ക് യു. അണ്ണാ ബലൂൺ അവളെ കയ്യില്.
താങ്ക്സ് ഫോർ കമ്മിങ് സാർ. പ്ലീസ് വെൽക്കം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും എല്ലാം റെഡിയാവും സാർ. റെഡി സർ. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഉണ്ട്. അതേനേ നമ്മളിപ്പോ കാരക്കേട്ട പാട്ടല്ലേ ഇത്? ആ CD കൊടുത്ത് ആരെങ്കിലും വരി എഴുതി തരുമല്ലോ. ഒന്ന് നിർത്തണം. ആ ടെമ്പോ എന്ത്, ഈ ടെമ്പോ എന്ത്, ആ ട്യൂൺ ഏത്, ഈ ട്യൂൺ ഏത്, ആ ഭാഷ ഏത്, ഈ ഭാഷ അത് ഏത്? ഹിന്ദി, ഇത് മലയാളം. നമസ്കാരം സർ. ആ നമസ്കാരം, ഇരിക്കെ. താങ്ക് യു സർ. പേരെന്താ? ശ്രാവണി. ബ്യൂട്ടിഫുൾ നെയിം. പേരിൽ തന്നെ സംഗീതമുണ്ട്. സി ശ്രാവണി, ടു ബി ഫ്രാങ്ക്, എനിക്ക് ശ്രുതി, ലയം, രാഗം, താളം അങ്ങനെ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. ബട്ട് ഐ എം ടോപ്പ് മോസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഹിയർ. എങ്ങനെയായി? ആണുങ്ങളുടെ ട്യൂൺ മോഷ്ടിച്ചിട്ട് വേണ്ടാത്തത് ചിന്തിക്കരുത്. സോ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആവശ്യം റിലേഷൻഷിപ്പാണ്. മുഖ്യമായും മ്യൂസിഷ്യനും സിംഗറും തമ്മിൽ വേണ്ട റിലേഷൻഷിപ്പ്. ഭാര്യ ഭർത്തൃബന്ധം. ഓ ഡോണ്ട് മിസ്റ്റേക്ക് മീ. അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഈ സംഗീതം, സിനിമ, മണ്ണാങ്കട്ടയൊക്കെ വിട്ടിട്ട് നമുക്ക് ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. സാർ, വൈകിട്ട് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യണം. ശ്രാവണിക്ക് കാറും വിട്ടു കൊടുക്കണം. ആ ശരി സർ. മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ ചെരുപ്പൂരി അടിക്ക വേണ്ടത്. പക്ഷെ നിങ്ങളുടെ പ്രായത്തെ ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങളെ കണ്ടോണ്ടല്ല, എന്റെ കോൺഫിഡൻസോടെ ഞാൻ വന്നത്. ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യണ്ടേ സർ? ചന്ദ്രകലാധര സഹൃദയാ, ചന്ദ്രകലാധര സഹൃദയാ, സാന്ദ്രകലാ പൂർണോദയാലയനിലയാ. ഗുഡ് 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 ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. കുട്ടി പാടിയത് ഏത് രാഗം? ഇന്ത്യയിലും സർ. ഹിന്ദോളം എന്നാൽ സരിഗമ അങ്ങനെയാ. നീ എന്താ പാടിയത്? സഗമദ. അപ്പൊ രീ എന്തിയെ? ഹിന്ദോളത്തിൽ റീ ഉണ്ടാവില്ല സർ. രീ ഉണ്ടാവരുത്, പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നൊരു തോന്നൽ ഉണ്ടായി പോകണം. അതാണ് മ്യൂസിക്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ വന്നു പോകുന്നത് സാധാരണ. ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഫൈനലി ഇതെല്ലാം കറക്റ്റ് ചെയ്തോണം. ഗോഡ് ബ്ലസ് യു ലക്ഷ്മി. താങ്ക് യു സർ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രാവണി ഫ്രം കൊച്ചിൻ. ഞാൻ പാടാൻ പോകുന്ന പാട്ട് ശങ്കരാഭരണ എന്ന ചിത്രത്തിലെ സാമജ പരഗമനം. രചന വൈഡൂരി, ത്യാഗരാജ കീർത്തനം, സംഗീതം KV മഹാദേവൻ. എന്റെ മാമന്റെ പാട്ട്. ഈ പാട്ടുമായിട്ട് എനിക്കൊരു പ്രത്യേക ബന്ധം തന്നെയുണ്ട്. ഐ ഹാവ് ടു ടെൽ ഇറ്റ് നൗ. ഇനി ഇങ്ങനെ ഇതാന്ന് പറയൂ. ശങ്കരാഭരണം ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടി ഞാനും മാമനും ഗോൾഡൻ ബീച്ചിലിരിക്കുകയായിരുന്നു. വിശ്വാസ് സാറിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, പെട്ടെന്നൊന്നും അംഗീകരിക്കില്ലല്ലോ. ഒരു ദിവസം രാത്രി 2 മണിയോളമായി. ഞാനും മാമനും കൂടി ഉറക്കം പോലും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാമൻ ഒരു ഏമ്പക്കം വിട്ടു. ഞാനത് ടക്കനെ ക്യാച്ച് ചെയ്തു. മാമനൊരു ട്യൂൺ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് മാമൻ ഒരു പിടി പിടിച്ചു. എന്റെ ജഡ്ജ്മെന്റ് എത്ര കൃത്യമായിരുന്നു. അങ്ങനെയുള്ള പാട്ട് തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ ടാലന്റ് ഉള്ളവർക്കേ പറ്റുള്ളൂ. എനിവേ, വിഷ് ഓൾ ദി ബെസ്റ്റ്. ക്യാരി ഓൺ. സാമജവരഗമന, സാമജവരഗമന, സാധു ഹൈ സാരസാബ്ജ പാലകാലാതീത വിഖ്യാത. ആ ചാനലൊന്ന് മാറ്റിയിട്ട് ന്യൂസ് വെക്കടാ. റിമോട്ട് ഇങ്ങോട്ടാ. എന്ത് പറ്റിയടാ? ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണ്. സാധു ഹൈ സാരസാബ്ജ പാലകാലാതീത വിഖ്യാത, സാമജവരഗമന. സാമനിഗമജ സുധാമയ ഗാന വിചക്ഷണ ഗുണശീലദയാല. നീ പാടുന്ന രാഗമേത്, ഇതിന്റെ താളമേത്? പാട്ട് പാടിയ മാത്രം പോരാ, അതിന്റെ ടെമ്പോ കൂടി അറിയണം. തകിട തകിട തക തക മീ 2-4 തകിട 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 6-8. ആ പാട്ടിന്റെ മൂല്യം എന്താണെന്നറിയോ? ഡു യു നോ വാല്യൂ ഓഫ് ദ സോങ്? ചന്ദ്രമോഹനും രാജലക്ഷ്മി തമ്മിലുള്ള റൊമാൻസ്. വേർ ഈസ് ദ റൊമാൻസ്? ഐ വാണ്ട് റൊമാൻസ്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് ആഹാരത്തിന് വേണ്ടി ഒരാൾ അമ്മയെ എന്ന് നീട്ടി വിളിക്കുന്നതും എവിടെയെങ്കിലും കാലി തട്ടിട്ട് അമ്മ എന്ന് വിളിക്കുന്നത് 2 വിധത്തിലാണ്. ഓരോ അനുഭവത്തിനും ഓരോ വ്യത്യസ്തമായ ശ്രുതി ഉണ്ടാകും, രാഗമുണ്ടാകും, താളവും ഉണ്ടായിരിക്കും. നീ വസ്ത്രാലങ്കാരത്തിന് കൊടുത്ത ശ്രദ്ധയുടെ പകുതി സ്വരാലങ്കാരത്തിന് കൊടുത്തിരുന്നെങ്കിൽ അത്രയും നന്നാവുമായിരുന്നു. ഐ എം ടെലിംഗ് ദാറ്റ്. ഓരോ നിമിഷവും
നമ്മുടെ സിനിമാ സംഗീതം മരിച്ചു പോകുന്നുള്ള പേടി എനിക്കുണ്ട്. നിന്നെ പോലുള്ള ഓരോരുത്തരും ആ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നു. ദയവ് ചെയ്ത് ബ്രേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ളവരെ നിരാശപ്പെടുത്തരുത്. ഡോണ്ട് ഡിസപ്പോയിന്റ് us. അണ്ടർസ്റ്റാൻഡ്? ഞാൻ എവിടെയോ എത്തിക്കാൻ നോക്കുന്നു, നീ ഇവിടെ തന്നെ നിൽക്കുന്നു, അവിടേക്ക് വരാതെ. ശരി, ഫൈനൽസിലെങ്കിലും ഡെഡിക്കേഷൻ കാണിക്കാൻ നോക്ക്. ബ്രേക്ക് തരാൻ ഇപ്പോഴും ഞാൻ റെഡിയാണ്. ഓൾ ദി ബെസ്റ്റ്. വല്ലാതെ ബി പി കൂടിയല്ലോ സാർ, ഞാൻ വിചാരിച്ചു ചത്തുപോകുന്നു. ചാകാത്തതിൽ നിനക്ക് വിഷമമുണ്ടാടാ? അതല്ല സാറാ പെണ്ണിന് എന്തൊക്കെയോ പറഞ്ഞു, സൂക്ഷിച്ചോ. അതിന്റെ റിയാക്ഷൻ നോക്കിക്കോ നീ. ഇതും സെറ്റിൽമെന്റ് കേസാണോ? അല്ലടാ, ഒരു പേഴ്സണൽ കേസ്. നീ തുറക്കില്ല ദിൽ കി ഗിഡ്കി. സരിക 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 സരിക. ഹു ആർ യു? സാറിന്റെ ഫാൻസാ. ഫാൻസാ? ഓൾ കേരള ജയസൂര്യ യൂത്ത് അസോസിയേഷൻ. ഇതെപ്പോ തുടങ്ങിയടോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ സാർ. ഇതിനു മുമ്പ് ഒരു ബാച്ച് വന്ന് എന്റെ പേര് സ്ക്രീനിൽ വരുമ്പോ പൂക്കളൊക്കെ വാരി അറിയാന്ന് പറഞ്ഞ് 10,000 കൊണ്ടാ പോയത്. എന്നിട്ട് കൂവാ ചെയ്തത്. ഞങ്ങൾ ആ ടൈപ്പ് അല്ല സാർ. പിന്നെ ഏത് ടൈപ്പ്? അവര് പൈസ വാങ്ങിയിട്ടും ചെയ്തില്ല, ഞങ്ങൾ പൈസ വാങ്ങാതെ തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ടിരിക്കേ. താങ്ക് യു സാർ. എന്തൊക്കെയാ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാറിന്റെ ബർത്ത്ഡേ വരികയല്ലേ? അന്നദാനം നടത്താനാ? അല്ല, രക്തദാനം. ഓൾ കേരള ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. വെരി ഗുഡ്. എന്റെ ബ്ലെസ്സിംഗ് എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ബ്ലെസ്സിങ്സ് അല്ല സാർ, ബ്ലഡാ വേണ്ടത്. എവിടെന്നാ? സാറ് തരണം. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഒരു മിനിറ്റ് സാർ. ആ ഡോർ അടച്ചേക്ക്. കേരളം മുഴുവൻ നിങ്ങളുടെ രക്തം ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക സാർ. എന്റെ രക്തം ദാനം ചെയ്യാൻ നീ ആരാടാ? മറ്റുള്ളവരുടെ ട്യൂൺ മോഷ്ടിക്കാൻ നീ ആരാടാ? വാച്ച്മാൻ, കോൾ ദി പോലീസ്. ചുമ്മാ അടിക്കുന്നു. അയ്യോ, എന്തിനാ അടിക്കുന്നേ? കാര്യം പറയണോ? അടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച ആൻസർ ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് താൻ ഒന്നും മിണ്ടാതെ പറയുന്ന എന്ത് അനുസരിച്ച് ചെയ്യണം സാർ? ട്യൂൺ ചെയ്യണം. നീ ലിറിക്സ് എഴുതി പാട്ട് പാടി ഞങ്ങളെ ഇംപ്രസ് ചെയ്യണം. അങ്ങനെ ആട്ടെ. D22. രാവായി രാഗലോലം പാവായി വിവശയായി പുഴയൊഴുകി. ഓ രാവായി രാഗലോലം വിവശയായി പുഴയൊഴുകി. നീ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയൊക്കെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കാനോടാ? ഞാൻ എന്താ സാർ ചെയ്തത്? നിന്നോടല്ലേ പറഞ്ഞ ചോദ്യം വേണ്ടെന്ന്. അതിന്റെ ഒറിജിനൽ പാടാ. എന്തിനാ തല്ലിയെന്ന് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾ എന്നോട് ചോദിച്ചത് ന്യൂ ട്യൂൺ ആയിരുന്നു. എന്നാ കേക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും മ്യൂസിക് സെൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. വല്ലവരുടെയും പാട്ടല്ല കേൾക്കേണ്ടത്, സ്വന്തം പാട്ട് പാട്. ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ എനിക്ക് സ്വന്തമായിട്ട് ട്യൂൺ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല സാർ. ഇപ്പൊ ചെയ്യടാ. അങ്ങനെ വരില്ല സാർ. എന്താടാ തല്ലിയ സംഗീതം വരെ സാർ. സാർ, ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പ് ഒരു ബ്യൂട്ടിഫുൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ആരും ഇതുവരെ എടുത്തില്ല. ഇപ്പൊ ഞാനത് നിങ്ങൾക്ക് സമർപ്പിക്കാം. ശരി, തുടങ്ങിക്കോ. ഒത്തിരി മോഹമുണ്ട് എന്റെ ഉള്ളിൽ, ആ മോഹങ്ങളെല്ലാം ഉള്ളിൽ അടക്കി ഞാൻ ഒന്നെങ്കിലും പൂർത്തിയാക്കാൻ എന്ത് ചെയ്യും ദൈവമേ. ഓരോന്നും ഒന്നായി എടുത്തോ എനിക്ക് ഞാൻ. പക്ഷെ നയാ പൈസ ഇല്ലല്ലോ എന്റെ കയ്യിൽ, നയാ പൈസ ഇല്ലല്ലോ. അന്ന് കയ്യിൽ നയാ പൈസ എവിടെന്നാ, എന്റെ കയ്യിൽ നയാ പൈസ എവിടെന്നാ, നയാ പൈസ എവിടെന്നാ. നീ പാടിയ പാട്ടിന്റെ രാഗമേത്, ഈ പാട്ടിന്റെ താളമേത്? പാട്ട് പാടിയാൽ മാത്രം പോരാ, അതിന്റെ ടെമ്പോ കൂടി നോക്കണം. തകിട തകിട താ 2-4 തകതിമി തകതിമി 6-8. ഓരോ നിമിഷവും സിനിമാ സംഗീതം മരിച്ചു പോകുന്നുള്ള പേടി എനിക്കുണ്ട്. ഞങ്ങൾ ഫാൻസുകാർ നിന്നെ എവിടെയോ എത്തിക്കാൻ നോക്കുന്നു, എന്നാൽ നീ ഇവിടെ തന്നെ നിൽക്കുന്നു. അവിടേക്ക് വരാതെ. എല്ലാം മനസ്സിലായി സാർ. നിങ്ങൾ എന്റെ ഫാനല്ല സാർ, അവളുടെ ഫാനാ. നീ ശരിക്കും ഒരു ജീനിയസാ, അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയത്. താങ്ക് യു സാർ. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താണ് സാർ? നാളെയല്ലേ ഫൈനൽ റൗണ്ട്. ഇനി ഒന്നും പറയണ്ട സാർ, ബാലൻസ് ടിവിയിൽ കണ്ടാ മതി. വെരി ഗുഡ്. ഉയരങ്ങളിലെത്തട്ടെ. അങ്ങ് മുകളിലോട്ട് എടുക്കാതിരുന്നാ മതി സാർ. അത് നിന്റെ ബിഹേവിയർ പോലെ ഇരിക്കും. ഇത്രയ്ക്ക് റിയാക്ഷൻ ഞാൻ പ്രതില്ല സാർ. ഏയ് ശ്രാവണി മാഡം, നിങ്ങൾ എന്നെ അറിയുമല്ലേ? അറിയുമെന്ന് മാത്രമല്ല ഭയങ്കര ഫാനല്ലേ. നിങ്ങൾക്ക് അയച്ച SMS-കളുടെ ബില്ല് അടയ്ക്കാഞ്ഞിട്ട് ഔട്ട് ഗോയിങ് വരെ കട്ട് ചെയ്തിരിക്കുക. അതുകൊട്ടെ പ്രോഗ്രാം നടക്കുന്ന അവിടെയല്ലേ, പിന്നെ ഇവിടെ നിൽക്കുന്ന എന്താ? ചെല്ലു, പ്രോഗ്രാം തുടങ്ങും. ഹേ മിസ്റ്റർ, ഫാൻസിനോട് ഞാൻ പറഞ്ഞു മടുത്തു. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾ. ഹലോ സാർ, ഞാൻ ജയസൂര്യ. പ്രോഗ്രാം ടൈം ആയിട്ട് ആ പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയാവടോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യേ. ഓ
എന്തിനെത്ര ധൃതി കാണിക്കുന്നേ? സൂക്ഷിച്ച് പതുക്കെ നടന്നു പോരുതോ? അതല്ല സാർ, ടിവിയിൽ ശ്രാവണി മാഡത്തിന്റെ പ്രോഗ്രാം തുടങ്ങാൻ സമയമായി, അതുകൊണ്ടാ. അപ്പൊ നീയും എന്നെ പോലെ ശ്രാവണി മാഡത്തിന്റെ ഫാനാ? അതെ സാർ, നിങ്ങളും ഫാനായിട്ടും ടി വി കാണാൻ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നെന്താ സാർ? നമ്മുടെ ഫാൻസിന് എല്ലാവരും ബാഡ് ന്യൂസ് ഉണ്ടാ. എന്താണ് സാർ? ആ ശ്രാവണി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സാർ, എനിക്കിനി ജീവിക്കണ്ട സാർ. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെ റെയിൽവേ ട്രാക്കിൽ പോയി തല വെച്ച് ചത്ത കളയും സാർ ഞാൻ. സാർ, എന്നെ റെയിൽവേ ട്രാക്ക് വരെ ഒന്ന് എത്തിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ വിഷമിക്കണ്ട. നമ്മുടെ ഫാൻസിന് വേണ്ടി അവള് പാടാതിരിക്കോടാ. നീ വിഷമിക്കാ, നീ സമാധാനമായിട്ട്. നന്ദിയുണ്ട് സാർ. അവള് പാടും. പോ. ശ്രാവണി മാഡം, നിങ്ങളുടെ കണ്ണീരിനല്ല ഫാൻസിന്റെ കണ്ണീരിനാണ് വിലമതിക്കേണ്ടത്. What is this? ഇത് പാട്ടാണ്. എന്ത് ലിറിക്സാ ഇത്? ആരോഹണമേതാ അവരോഹണമേതാ? അണ്ണാ, ഇവന് കിട്ടിയെന്ന് മതിയായില്ലെന്നാ തോന്നുന്നേ. അത്ഭുതം, ഫാന്റാസ്റ്റിക്. സെമി ഫൈനലിൽ പാടിയതുപോലൊന്നും അല്ലത്. സാക്ഷാൽ സരസ്വതി ദേവി ഇറങ്ങി വന്ന് പാടിയതുപോലെ. Give her a big hand. താങ്ക് യു സർ. ആ ശരി ശരി. ഈ വിജയം എന്നെക്കാൾ ഉപരി എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇവിടേക്ക് അയച്ച എന്റെ ഫാൻസിന്റെയാ. ഓ പിന്നെ ജയിച്ചത് പാടിയതിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല. സോറി. ഫാൻസ് ടൈം വേസ്റ്റ് ചെയ്ത് കളയാതെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവനങ്ങളോ ലൈക്ക് ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള സേവനങ്ങളൊക്കെ ചെയ്ത് മാതൃക അവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജോലി അതിലടാ. ചിറ്റപ്പ, ഇന്ന് വരുന്ന ആളുടെ ഡീറ്റെയിൽസ് ശരിക്കും അന്വേഷിച്ചല്ലോ. സെക്രട്ടേറിയറ്റിലെ ഗോപാലേട്ടൻ റെക്കമെൻഡ് ചെയ്ത മോളെ. പിന്നെ ചക്കയോ മാങ്ങയോ ഒന്നല്ലോ തുറന്നു നോക്കി നല്ലതെന്ന് പറയാൻ. ഏതായാലും വന്ന് കണ്ടിട്ട് പോട്ടെ. ഇന്നത്തെ ഫസ്റ്റ് ഡീലാ, നന്നായിട്ട് ഡീൽ ചെയ്യണം. കല്യാണം എന്ന് പറഞ്ഞാ വെറ്റില മുറുക്കം പോലെയാ. അടക്കയും വെറ്റിലൊക്കെ നല്ല പോലെ ചേർന്ന ആ ചുവന്ന കളർ പോലെ ജീവിതം സുന്ദരായിരിക്കും. നല്ല കൂട്ടല്ലെങ്കിൽ വായ് പൊള്ളുന്ന പോലെ ജീവിതവും പൊള്ളി തന്നെ അല്ലേ മോളെ? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ വരാൻ പോകുന്ന എങ്ങനെയുള്ളവനാണെന്ന് എന്റെ പേടി. നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവക്ക് വരുന്നത് രാജകുമാരൻ തന്നെയാ. വെൽക്കം. ഞാൻ ഐ നോ, ഗോപാൽ ഫ്രണ്ട്. ആ ഇരിക്കിരിക്കെ. ഇങ്ങനെ ഒരു ഡീലിങ്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞാൻ ആരാണെന്ന് അറിയാം. അങ്ങനെ കൂടുതലൊന്നും അറിയാനില്ല. ഇത് സെക്രട്ടറിയുടെ ഗോപാൽ കൊണ്ടൊന്നും ആലോചനയല്ലേ. നിനക്ക് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ്. പെണ്ണും ചെറുക്കൻ തമ്മിലൊന്ന് കാണണം, ഓക്കെ പറയണം, എത്രയും പെട്ടെന്ന് മുഹൂർത്തം കുറിച്ച് ഇതങ്ങ് നടത്തണം. മുഹൂർത്തം കുറിച്ച് നടത്തണമെന്നോ? ഞാനെന്താ പെണ്ണ്? ഇവളുടെ വീടായിരുന്നു ഇത്? നിങ്ങളോ? അതെ, ഞാൻ തന്നെയാ. ചെറുക്കനെ നേരത്തെ അറിയാവോ മോളെ? അറിയാൻ ചിറ്റപ്പ, ഇദ്ദേഹന്റെ വലിയൊരു ഫാനാ. എന്താ നിങ്ങളുടെ പേര്? സർ, എന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാ മനെ, ഇവള് മറന്നുപോയതാ. ചെറുക്കന്റെ പേര് ശരത്തെന്നാ മോളെ. ഓഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജോലി എന്താന്നും പറഞ്ഞില്ലേ? പറഞ്ഞതാണെന്നേ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ മോളെ. എവിടെയാ? സർ, അപ്പൊ അതും പറഞ്ഞില്ലല്ലേ? പറഞ്ഞതാ മോനെ, മറന്നുപോയതായിരിക്കും. ടാറ്റ ഇൻഡികോമിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞതല്ലേ മോളെ? ശരി, ഇനി മൊത്തം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞോളാം. ശരി പറയ്. സെക്രട്ടേറിയറ്റിലെ ഗോപാൽ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ടാറ്റ ഇൻഡികോമിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യാണ്. എന്റെ പേര് ശരത്. നമുക്ക് കുറച്ചുനാൾ ഫ്രണ്ട്ഷിപ്പ് ആവാം. അപ്പൊ നിങ്ങളുടെ പ്ലസും മൈനസും എനിക്ക് മനസ്സിലാക്കാം, എന്റെ പ്ലസും മൈനസും നിങ്ങൾക്ക് മനസ്സിലാക്കാം. Then we'll think of marriage. ഇതെന്താ അപ്രന്റീസായി ആളെടുക്കുന്ന പോലുണ്ടല്ലോ. ഹലോ, അതെയോ? ഇവിടേക്കോ? ശരി, ഞാൻ നോക്കിക്കോളാം. എന്ത് പറ്റി ചിറ്റപ്പ? ക്രെഡിറ്റ് കാർഡിന്റെ ആൾക്കാരാ. എടുക്കുന്നവരെ സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിക്കും. എടുത്തു കഴിഞ്ഞാൽ അമ്മാരുടെ വിധം മാറുകയും ചെയ്യും. അതും പോരാഞ്ഞിട്ട് റൗഡികളെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടെന്ന്. ഈ കാണിക്കുന്നത് ന്യായമാണ്? ഒരിക്കലുമല്ല. യഥാർത്ഥ ശരത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സർ, അവരാണെന്ന് തോന്നുന്നു. ഞാൻ പോയി ഡീൽ ചെയ്യാം. അത് വേണ്ട, ഞാൻ പോയി ഡീൽ വേണ്ട സർ, ഞാൻ പോയി സംസാരിക്കാം. അതെന്തിനാ? ഞാൻ സംസാരിച്ചു. പ്ലീസ് ലീവ് മീ. ശരത്, വിട്ടേക്കുന്നേ. ചിറ്റപ്പന് ഇതൊക്കെ ശീലമുള്ളതാ. ഇറ്റ്സ് മൈ റൂട്ടീൻ. ശരത്, ഇരിക്കൂ പ്ലീസ്. ഐ ആം ശരത്. നീ ശരത്താണെങ്കിലും ഭരത്താണെങ്കിലും എനിക്കെന്താ? സർ, ഞാനാ. നീ ആരാണെങ്കിലും വന്ന ഉദ്ദേശം എനിക്കറിയാം. വേഗം സ്ഥലം വിട്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്? ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോവാൻ പറയുന്നു. പോടാ. അതെന്താ സർ മര്യാദ ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെയാ, മര്യാദത്തിൽ കുറവാ. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന ഞാൻ ഇവിടെ അല്ല, അങ്ങ് സെക്രട്ടേറിയറ്റ് ചെന്ന് പറഞ്ഞോളാം.
കുഴപ്പമായി എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഇതാ വരുന്നേ. സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? സെക്രട്ടറിയുടെ ഗോപാലന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾക്ക് വെറും ഫ്രണ്ട് മാത്രമാണെങ്കിൽ എനിക്ക് അയാൾ ആരാന്നറിയോ? ഞങ്ങൾ ബന്ധമൊന്നും എന്താ അയാളോട് പറഞ്ഞ് സാറിനെ ജയിലിലാക്കുന്നു? എന്താ പറഞ്ഞത്? കൊല്ലുവന്നോ? അതിനു മുമ്പ് ഇവിടെ അങ്ങനല്ല സാർ, എന്നെ ഗോപാലല്ലേ നിങ്ങളല്ലേ പറഞ്ഞൊന്നും മിണ്ടാ ഇറങ്ങിപ്പോൻ. നിങ്ങൾ ചെല്ലണം സാർ. ഇങ്ങോട്ട് പോടാ. അയ്യോ ശ്വാസം മുട്ടി ചത്തുപോയനല്ലോ. എടോ ആ ഗോപാൽ പറഞ്ഞിട്ട് പെണ്ണ് കാണാൻ വന്ന ആളാ ഞാനെന്നാ മൂപ്പിലാനോടൊന്ന് പറയാൻ ചോദിച്ചു. പറയണ്ട. എന്താ പറഞ്ഞ? നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പ്രേമിക്കുന്ന പെണ്ണ് കാണാൻ വരൂ. എന്നാ ഞാൻ പ്രേമിക്കുന്നുണ്ട്. അതാരെ? നീ കാണാൻ വന്ന പെണ്ണിനെ. ആ പെണ്ണ് നിങ്ങൾ പ്രേമിക്കുന്നുണ്ടോ? എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് പെണ്ണ് കാണാൻ വരാൻ പറയൂടാ. അത് ശരിയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ത്യാഗം ചെയ്യണം. ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം? എനിക്ക് വേണ്ടി. അത് പറയാൻ നേരടാ പാര. അത് പിള്ളേര് പറഞ്ഞുതരും. എങ്ങനെ അവനെ പറഞ്ഞു വിട്ടത്? വെഡിങ് കാർഡിന്റെ കാര്യം ആലോചിക്കുമ്പോ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറയരുതെന്ന് പറഞ്ഞ് കാര്യമായിട്ട് പറഞ്ഞു വെച്ചു. താങ്ക്സ് മോനെ. മരുമകനോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? ഇപ്പോഴേ റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ നോക്കണ്ട. നമ്മുടെ ട്രാവൽ ജസ്റ്റ് ബിഗിനിങ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ട്രാവലിംഗിൽ എന്റെ കൂടെ വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? നോ നോ നോ, ഞാൻ 1 by 1 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. എന്താടാ ഇനി വേണോ? ആവശ്യത്തിൽ കൂടുതൽ എന്താടാ ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി സാർ. എന്താ മനസ്സിലായത്? ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി ആ ഭാഗത്തേക്കും പോരുതെന്ന്. അപ്പൊ നിനക്ക് വിവരമുണ്ട്. വയറ്റത്ത് ചവിട്ടി കിട്ടിയപ്പോ തെളിച്ചതാ. ഒരു ജുവലറി മൊത്തം നിന്റെ ദേഹത്തുണ്ടല്ലോ. അതെ. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് മാത്രം അടക്കില്ലല്ലേ? കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, പിന്നല്ലേ ക്രെഡിറ്റ് കാർഡ് ബില്ല്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഇടപെട്ടാൽ വീട് കയറി ആക്രമിച്ചെന്ന് പറഞ്ഞ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പോലീസ് കംപ്ലൈന്റ് ചെയ്യും അല്ലേ? ഇവന്റെ ഗോൾഡ് മൊത്തം അയച്ചെടുക്ക. എന്തിനാ ഈ പാവത്തിന് അടിക്കുന്നേ? മാറ്. ബില്ല് അടച്ചില്ലെന്ന് പറഞ്ഞ് അടിക്കാണോ വേണ്ടത്? ഇങ്ങനെ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് കഷ്ടമാണ് സാർ. ബില്ല് അടയ്ക്കാനുള്ള പണം ഞാൻ തരാം. ഇനി ആ ഗോൾഡ് ഒക്കെ ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്ക്. നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കയറി പോയേട്ടാ. ശ്രാവണ മാഡോ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അമ്പലത്തിൽ പോകുന്ന വഴി നിങ്ങളെ കണ്ടപ്പോ നിന്നതാ. അതെയോ, വാട്ട് എ കോയിൻസിഡൻസ്. ഞാനും അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. വാ വണ്ടി വിട്. എന്തിനാ നിർത്തിയത്? അയാൾ എന്റെ ഫാൻസിനെ ഇടിക്കുന്ന കണ്ടില്ലേ? നിങ്ങളെയാണല്ലോ അവർ അണ്ണാന്ന് വിളിക്കുന്നത്. തല്ലുകൊള്ളുമ്പോ ആരായാലും അണ്ണാന്നല്ല അച്ഛന്നും വിളിക്കും. ഞാനിപ്പോ ഞാനൊരു വഴിപോക്കനാ. ശ്രാവണി നോക്കുന്നുണ്ട്. തൽക്കാലം ഒതുങ്ങുന്ന നല്ലത്. ഇവിടെ നമുക്ക് വൈകിട്ട് നോക്കാം. സോറി സാർ. ബില്ലടപ്പിക്കാൻ വന്നിരിക്കുന്നു. സാറില്ല പോട്ടെ. അയ്യോ ശ്രാവണി മേഡം അല്ലേ ഇത്? കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ മേഡം? അന്നേരം ചേട്ടൻ വന്നോണ്ട് രക്ഷപ്പെട്ട്. എന്നാ അതുകൊണ്ടല്ല, സമയത്ത് മാഡം നിങ്ങളെ കണ്ട് ബ്രേക്ക് ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. വളരെ നന്ദിയുണ്ട് മാഡം. വരട്ടെ ഏട്ടാ. നിങ്ങളെന്താ ശരത്, അയാൾ അവരെ അടിച്ചപ്പോ തിരിച്ചൊന്നും ചെയ്യാതിരുന്നേ? രാത്രിയിൽ അവൻ അതിന് ശരിക്കും പശ്ചാത്തപിക്കും. എന്താ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്? ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളം കാണിച്ചു കൊടുക്കണമെന്നല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. തല്ലുന്നവനെ തിരിച്ച് തല്ലാതിരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ചെയ്തു ആരാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ? മൊത്തം 10 ലക്ഷം രൂപയുണ്ട്. ആ കൊണ്ടുപോയി ബാങ്കിൽ അടച്ചേക്ക്. എന്റെ പിള്ളേരുടെ ബോക്സിംഗ് പ്രാക്ടീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിയുമ്പോ അവർ നിന്നെ വിട്ടോളും. ഹലോ, ഞാൻ ശ്രാവണിയാ. ശ്രാവണി മാഡോ? ആ പറ. വേറൊന്നുമില്ല, ശരത്തിനോടൊന്ന് സംസാരിക്കണം തോന്നി. അതെയോ, എവിടെയാ വരേണ്ടത്? ഓഫീസ് ടൈമില് ശരത് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ശരത്ത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വന്നോളാം. അതാ നല്ലത്. ബൈ. ഇത്ര സന്തോഷിക്കാൻ എന്താണ്? ശ്രാവണി വരുന്നു. ഇവിടേക്കോ? അല്ല, ഓഫീസിലേക്ക്. അതിന് എന്റെ ഓഫീസ് എവിടാ? അതായത് ശരത്തിന്റെ ഓഫീസിലേക്ക്. ഹലോ മാഡം. ശരത്ത് എവിടെ? കറുത്ത് വീർത്തൊരു പശുവിനെ കൂട്ടിരിക്കുന്നവൻ. ഓ, വേഗം ആ കോട്ട നോക്കിക്കേ. കോട്ടെന്തിനാ? പറഞ്ഞ അനുസരിക്കടാ. എന്താ പിടിച്ചോ? അല്ല സാർ, എന്നെ തിരക്കി ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് വരുന്നത് എന്തിനാ സാർ? നിനക്കില്ലെങ്കിലും നിന്റെ പേരുകൊണ്ട് എനിക്കെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ സാർ. എല്ലാത്തിലും പിടിച്ച് ഞെക്കല്ലേ സാർ, മൊത്തം ഡിലീറ്റ് ആയി പോകും സാർ. നീ പേടിക്കാതടാ, എനിക്കറിയാം. ഞാനിപ്പോ ശരത്താണ്. അപ്പൊ ഞാനോ? ഹായ് ശരത്. ഹായ്. 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 ഏയ്, ഹായ്. പ്ലീസ് കം. ശരത്, ഇത് ആരാന്ന് പറയാവോ? ശരത്തിന്റെ പേര്. എക്സാക്ട്ലി. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്താ? ഒന്ന് പറയടാ. സിസ്റ്റം അനാലിസിസ് വിത്ത് ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എടാ, എന്റെ ജോബിന്റെ കാര്യം നീ എന്തിനാ പറയുന്നത്? നീ ഇപ്പൊ ചോദിക്കേണ്ടത് കോഫി ആണോ ടീ ആണോ വേണ്ടെന്ന്. നിങ്ങൾ വളരെ വലിയവരാണ് സാർ. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാണെന്നല്ലേ പറയുന്നത്. ഏയ് മിസ്റ്റർ, എന്റെ ലാപ്ടോപ്പിൽ വൈറസ് കയറിയെന്ന് 2 ദിവസം മുമ്പേ പറഞ്ഞാണ് ഞാൻ. അവിടെ ക്ലയന്റ്സ് വെയിറ്റ് ചെയ്യാണ്. ഉത്തരവാദിത്തത്തോടെ പണിയെടുക്കാനുള്ള സെൻസ് ഇല്ലടോ എനിക്ക്. ശരത്,
ഇയാളെന്താ നിങ്ങളോട് സംസാരിക്കാതെ പിയോട് സംസാരിക്കുന്നത്? അയാൾ എന്നോടൊന്നും പറയില്ല. PA മീഡിയേറ്റർ. എന്താ പ്രോബ്ലം? ഈഗോ പ്രോബ്ലം. ഓ, എപ്പോ നോക്കിയാലും ലീവ് എടുത്തോണ്ട് പെണ്ണ് കാണാൻ നടക്കുക. കോൺഫറൻസ് ഹാളിൽ വട്ടം കൂടിയിരിക്കുന്ന പോലെ എന്താണ് ഈ മീറ്റിംഗ്? ആരാണിത്? ഫ്രണ്ട്. അത് പറയാൻ ഇയാൾ ആരാടോ? സാറിനത് അറിയില്ലേ? ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചത്. ചോദിക്ക് സർ, ഇനിയും ചോദിക്ക്. നീ ആരാണ്? ഈ സീറ്റിൽ എന്തിനാ ഇരിക്കുന്നത്? ഈ ഓഫീസിൽ നിനക്ക് എന്താ കാര്യം? ഈ പെണ്ണ് എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? എക്സാക്ട്ലി, ഏതാ ഈ പെണ്ണ്? സർ, നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തീർക്കണം. അതിന് പകരം ഈ പെണ്ണ് ഏതാണെന്ന് ചോദിച്ച് അപമാനിക്കരുത്. എന്താ കാര്യം ചോദിക്കുന്നത്? അപമാനിക്കലാണോ? പിന്നെ ഒരു സെലിബ്രിറ്റിയുടെ മൂത്ത് നോക്കി നീ ആരെന്ന് ചോദിക്കുന്നത് അപമാനിക്കലല്ലേ? ഈ പെണ്ണ് സെലിബ്രിറ്റിയോ? ഏത് രീതിയിലാണോ? യെസ്, ശ്രാവണി, ഗ്രേറ്റ് സിംഗർ. ഏതായാലും ലതാ മങ്കേഷ്കർ ഒന്നും അല്ലല്ലോ. ഇവളുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. ശ്രാവണി മാഡം, നിങ്ങൾ ഫീൽ ചെയ്യരുത്. ഇയാളൊരു വിവരദോഷിയാ. മിസ്റ്റർ, നിങ്ങൾ ശ്രമിച്ചാൽ ഈ കമ്പനിയുടെ CEO ആവാന്നല്ലാതെ ഒരു സിംഗർ ആവാൻ കഴിയില്ല. കൾച്ചർ ഇല്ലാത്ത ഇത്ര ആളുകളോട് സംസാരിക്കുന്നതിന് എനിക്ക് വെറുപ്പാ. വാട്ട് ആർ യു ടോക്കിംഗ്? എന്താടോ? എന്താ ഞാൻ പറഞ്ഞത്? വേണ്ട വേണ്ട, ശ്രാവണി മാഡം ഇങ്ങനെ ഇമോഷണൽ ആവരുത്. അയാൾ അങ്ങനെയാ, വേസ്റ്റ് ക്യാരക്ടറാ. മാഡം വന്നാട്ടെ. എടോ ശരത്തെ, ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ടൊന്ന് ഓഫീസിലിരുത്തിയത് എന്നെ തെറി വിളിപ്പിക്കാനായിരുന്നു അല്ലേ? അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല സാർ. തനിക്ക് അവരുമായി ബന്ധമില്ലെങ്കിൽ അവർ ഈ ക്യാബിനിൽ കയറി വന്ന് ഈ കസേരയിലിരിക്കുന്ന എങ്ങനെയാണോ? കുത്തിയിരുന്നത് ചെയറിലല്ല, എന്റെ ലൈഫിലായിരുന്നു സാർ. എന്റെ വണ്ടി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ ശരത്തത്? അയാൾ ഇത്ര മോശമായിട്ട് സംസാരിച്ചിട്ടും നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് നിന്നത്. എനിക്കും അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന ഇഷ്ടമല്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ പെരുമാറുമ്പോ അവര് തന്നെ പിന്നീട് പശ്ചാത്തപിക്കും. മുമ്പൊരിക്കൽ ഏതോ ഒരുത്തൻ ആ പാവങ്ങളെ അടിച്ചപ്പോഴും പശ്ചാത്തപിച്ചോളെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ അവൻ? സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല സാറേ. നിങ്ങൾ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവും സാറേ. പശ്ചാത്താപത്തിനേക്കാൾ വലിയ പ്രായച്ചിത്തമില്ല. ഇപ്പൊ നിങ്ങൾക്ക് തെറ്റൊക്കെ മനസ്സിലായില്ലേ? അതാണ് വലിയ കാര്യം. ഇനി ആരെ ഉപദ്രവിക്കരുത്. ശരി, നന്ദിയുണ്ട് സാറേ. മോളെ ശ്രാവണി, എന്റെ ഫാമിലി മൊത്തം നിന്റെ ഫാൻസാ മോളെ. ഈ സാറിനെ പോലെ നല്ലൊരു പയ്യനെ നിനക്ക് വരനായി കിട്ടട്ടെ മോളെ. വരട്ടെ മോളെ. അൺബിലീവബിൾ ശരത്. ശരിക്കും നിങ്ങളുടെ ഫോർമുല ഗ്രേറ്റാ. ഇത് എന്റെ ഫോർമുലയല്ല. ഗാന്ധിജി പറഞ്ഞത് ഞാൻ അതുപോലെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അതുപോട്ടെ, ഒരു ട്രാവലിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ എവിടെ വരെ എത്തിയെന്നൊരു സൂചന തന്നൂടെ? കറിയൊക്കെ ശരിയായി വരുന്നുണ്ട്. നീ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാ. നീ സോങ് കോമ്പറ്റീഷനിൽ ജയിച്ചപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്തത് നിന്റെ ഫാൻസുകാരാന്നല്ലേ പറഞ്ഞത്? നിന്റെ ഈ ചേട്ടനെ കുറിച്ച് നീ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഏട്ടന്റെ അനിയത്തിയാണെന്ന് എല്ലാരും അറിയില്ലായിരുന്നു ഏട്ടാ. ദൈവാധീനം പോലെ നിനക്കത് പറയാൻ തോന്നായിരുന്നു. എത്ര ഭാഗ്യായി പോയി. ഞാനത് ചിന്തിച്ചില്ല. ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആളിപ്പോ എവിടെ എത്തിയേനെ. എന്റെ മാഷായിപ്പോയി. ലൈമേ, ഇവളെ നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? സ്വന്തമായി ഒന്നിനെ ദൈവം തന്നില്ല. സ്വന്തം മോളായിട്ടാ ഞങ്ങൾ ഇവിടെ നോക്കുന്നത്. അതിരിക്കട്ടെ, ഏട്ടന്റെ പെയിന്റിംഗ് പ്രാക്ടീസ് എവിടെ വരെയായി? ഈ മാഷിന്റെ ട്രെയിനിങ് അല്ലേ ഉള്ളത്. വരേന്ന് കളറിങ് വരെ എത്തിരിക്കുക. ഈ സ്റ്റേജിലേക്ക് വരാനായിട്ട് ചെറിയ പിള്ളേർക്ക് 2 വീക്സ് മതി. നിങ്ങളുടെ ചേട്ടന് 2 വർഷം വേണ്ടി വന്നു. മാസ്റ്ററെ, എന്റെ അനീതി വന്നുകൊണ്ട് എന്റെ ക്രിയേഷൻ ബ്ലോക്കായി. ഇന്നെനിക്ക് അതുകൊണ്ട് അവധി തന്നൂടെ? ജീവിതത്തിന്റെ ഓരോരോ തമാശകൾ ഓർത്തു പോവാ. എന്റെ അടുത്ത് സെറ്റിൽമെന്റിന് വരുന്നവർ പറയാറുള്ളത് ഞാൻ ദൈവമാണ്, അവരുടെ വീട്ടിലെ മൂത്ത മോനാണെന്നൊക്കെയാ. പക്ഷെ ഒരു കല്യാണം കഴിച്ച് ജീവിതം ഒന്ന് സെറ്റിലാക്കാമെന്ന് വിചാരിച്ച് പെണ്ണന്വേഷിച്ചപ്പോഴാ എല്ലാവരും പറയുന്നത് റൗഡിക്ക് ആരും പെണ്ണ് തരൂല്ലെന്ന്. അങ്ങനെ പ്രായവും കൂടിപ്പോയി. പോട്ടെ, എന്റെ കാര്യം പോട്ടെ. നിന്റെ ജീവിതം എന്നെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാ നിന്നെ ചിറ്റപ്പന്റെ വീട്ടിലാക്കിയത്. മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടെത്തിയോ? കണ്ടെത്തി ഏട്ടാ. ആഹാ, എന്നിട്ട് എന്നോട് പറഞ്ഞ? ചെറുപ്പം മുതൽ ഞാൻ എങ്ങനെയുള്ള ആളെ വേണമെന്നാണ് ആഗ്രഹിച്ചത്. അതേ സ്വഭാവമുള്ള ആള് തന്നെ കിട്ടി. പോരാത്തിന് എന്റെ ഫാനും. പേര് ശരത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പിന്നെന്തിനാണ് ഡിലേ ചെയ്യുന്നത്? ഉടനെ ഇങ്ങോട്ട് വിളിപ്പിച്ചൊരു നേരം കുറിപ്പിച്ചാല. ഇങ്ങോട്ടോ കൊണ്ടുവന്ന ഹാർട്ട് അറ്റാക്ക് വരും. എന്താണ്, ഹാർട്ട് പേഷ്യന്റ് ആണോ? അല്ലേട്ടാ, ആള് വെറും സാധുവാ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതിരിക്കാൻ എല്ലാം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാം. അറിഞ്ഞാ പേടിച്ചു പോവും. ആണാ? പിന്നെന്താണ് ചെയ്യാ? ഒന്ന് പേടിക്കാതിരിക്കേട്ടാ, ഞാനൊരു പ്ലാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്.
എന്തിനാ വണ്ടി കയറിയത്? വണ്ടി തിരിച്ചുവിടാ. എന്തിനാ തിരിച്ചുവിടുന്നത്? ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് ചെയ്യ്. പോയിട്ട് എനിക്ക് വളരെ അത്യാവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ വിട്ടി അകം നോക്കണ്ട. കിങ്. കിങ്ങോ? അവനാര്? വണ്ടി എടുക്കടാ. ആക്ഷൻ സിനിമയിലെ പോലെ തോക്കും വണ്ടികളും എല്ലാം ഉണ്ടല്ലോ. ഞാൻ പെണ്ണ് കാണാൻ പോവാ. അവരവിടെ വെയിറ്റ് ചെയ്യാണെന്ന്. മിണ്ടാതെ ഓടിക്കടാ. അണ്ണാ, അവൻ തന്നെ അണ്ണാ. Smart City, West side Subhash Park, North side High Court, South side Shipyard. All side ഈ സിറ്റി ബൗണ്ടറിക്കുള്ളിൽ പോക്കിരി സേതുവിന് വലിയൊരു പേരുണ്ട്, വലിയൊരു ഇമേജ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന കിങ് ഏതവനാ? കിങ് കൊല്ലടാ അവനെ. എന്താണവൻ വൈകണത്? ഇനി വഴിയിൽ ആരെങ്കിലായിട്ട് വല്ല വഴക്കുണ്ടാക്കിയ? വഴക്കോ? ശരത്തിന് വഴക്കൊക്കെ വലിയ പേടിയാണ്. ഏട്ടനൊരു കാര്യം അറിയോ? ശരത്ത് ബ്ലഡ് കണ്ടാ തല കറങ്ങി വീണു. അയ്യോ, അത്രയ്ക്ക് ഭാവമാണല്ലേ? റോങ് നമ്പറിൽ ഫോൺ ചെയ്താൽ ജസ്റ്റ് ഒരു കോളേ വേസ്റ്റ് ആവുള്ളൂ. റോങ് പേഴ്സണെ വെറുതെ ഡിസ്റ്റർബ് ചെയ്താൽ ഇതായിരിക്കും റിസൾട്ട്. എവിടെ പോയി? കോളൊന്നുമില്ലല്ലോ. ഹായ്. എന്താ ലേറ്റ് ആയേ? ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏട്ടനോ? എനിക്ക് ഏട്ടനല്ലാതെ ആരുമില്ല. പെൺകുട്ടി ആയതുകൊണ്ട് എളയമ്മയുടെ വീട്ടിൽ നിന്നാ പഠിച്ചത്. നിന്റെ ഏട്ടൻ എന്ത് ചെയ്യുന്നു? ഹാർഡ്വെയർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്. ഓ, വാ പരിചയപ്പെടുത്താം. ഏട്ടാ,
ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ദിസ് ഇസ് ശരത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ശരത്, ദിസ് ഇസ് മൈ ബ്രദർ രാജശേഖർ, ഹാർഡ്വെയർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്. ഹലോ, ഹൗ ആർ യു? എന്താടാ പോക്രി ചെയ്തു? ശരത്ത് ഭരത് എന്നൊക്കെ പറഞ്ഞ എന്റെ അനിയത്തെ പറ്റിക്കാൻ നോക്കണോടാ? എന്താ പറഞ്ഞ? തിരിഞ്ഞു നോക്കണ്ടാ, നിന്നെ തന്നെയാ. എന്നെയാ? അതെടാ പോക്രി ചെയ്തു. ഏട്ടാ, എന്താ ഇത്? ഇത് പോക്രി ചെയ്തു എന്നല്ല, ശരത്താ. ഇവൻ ശരത്തല്ല, പോക്രി ചെയ്തു എന്ന് ഇവനെ ഞാൻ പറയിപ്പിക്കും. ശരത്, ശരത്, ഇവൻ എനിക്ക് 10% കമ്മീഷൻ തന്നിട്ട് എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന പോക്രി ചെയ്തു അടി. ശരത്ത് ശരത്ത് പിന്നെ പിന്നെ വിളിക്കണ്ട. എന്താ ഏട്ടനി പറയുന്നേ? ഇത് നമ്മുടെ ചിറ്റപ്പന്റെ ഫ്രണ്ട് ഗോപാലേട്ടന്റെ റിലേറ്റീവാ. ഇയാളുടെ ഓഫീസിൽ പോയി ഒത്തിരി ടെസ്റ്റ് നടത്തി സെലക്ട് ചെയ്തിട്ട് തോക്ക് കാണിച്ച് മൊത്തം നശിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞ എഡ്യൂക്കേറ്റഡ് ആയ ഒരാള് പോലും എന്നെ കല്യാണം കഴിക്കാൻ വരില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് റൗഡീസ് അലർജി ആണെന്ന് പറഞ്ഞ് ഈ പാവത്തിനെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് മുഴുവൻ നശിപ്പിച്ചു. ഇത്ര റൗഡി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് പാവത്തെ പോലെ അഭിനയിച്ചല്ലേ? നോക്കിക്കണ്ട അവന്റെ മുഖത്തിൽ വെള്ളം തെളിച്ച് ചിരിപ്പിക്കടാ. ശരത്, അയ്യോ ഓക്കെ. പിടിച്ചോടാ. ചേട്ടൻ എന്തോ ഹാർഡ്വെയർ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് ആ തോക്ക് എന്തിനാ? പോക്കർ ചെയ്തു ആരാ? അതൊരു വലിയ റൗഡിയാ. കണ്ടാ ഇതുപോലെ ഇരിക്കുന്നേ. അതെ അതെ. അതിന് തോക്കെന്തിനാ? അതെ, ഏട്ടൻ വലിയ ബിസിനസ്മാൻ അല്ലേ, അവനുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കുക. ഈ തോക്കെന്നൊക്കെ കേൾക്കുന്നതിന് എനിക്ക് വലിയ പേടിയാ. ഇയാള് പേടിക്കൊന്നും വേണ്ട. എനിക്ക് അർജന്റായിട്ടൊരു ഹാർഡ്വെയർ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ലഞ്ച് കഴിച്ചോ. വാടാ. എന്തായാലും സൂപ്പർ. നമസ്തേ. സേതുവിടെ ഉണ്ട്. അത് പിന്നെ നിന്ന് പരുങ്ങുന്ന എന്താ? അവനെ വിടറാ. അണ്ണൻ ഉറങ്ങുക സാർ. എന്നോടാ കളി. രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. വിളിക്കണവനെ. ഇതെന്താ മസാജ് ചെയ്യുന്നു? വിളിച്ച് ആരുടെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു? എന്റെ പാർട്ട്ണർ ആയിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്ന്? കമ്മീഷന് വേണ്ടിയാ? അണ്ണൻ കൺഫേം ചെയ്യാൻ വേണ്ടി വന്നാ. കൺഫേം ചെയ്യാൻ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. സേതു, രാവിലെ 10:45 നീ എവിടെയായിരുന്നു? സൗത്ത് പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിലോ? അതെ. ക്രെഡിറ്റ് കാർഡ് എടുത്തത് സിഐയുടെ അളിയനാണെന്ന് അറിയാതെ അയാളെ പിടിച്ച് അടി കൊടുത്തു. അതുകൊണ്ട് അയാൾ എന്നെ പിടിച്ച് അകത്തിട്ടു. അത് ശരി. നീ ആ CI രമേഷിനെ ഒന്ന് വിളിച്ചടാ. എന്താ സാർ? ആ രമേഷ്, നീ പോക്രി ചെയ്തു എന്നൊരുത്തിനെ പിടിച്ച് അകത്തിട്ടായിരുന്ന? അകത്തിട്ടെന്ന് മാത്രമല്ല സാർ, അവനെ രാത്രി മുഴുവൻ പെരുമാറി എന്റെ ഏരിയ കയറി ഗുണ്ടായിസം കാണിക്കുന്നു. എന്നിട്ട് അവനെ എക്സാക്ട് എത്ര മണിക്കാ റിലീസ് ചെയ്തെന്നൊന്ന് പറയാവോ? എക്സാക്ട് ടൈം പറയണമെങ്കിൽ 10:45 ആണ് സാർ. ഉറപ്പാണല്ലോ? ഉറപ്പാ. ഡാ ചെയ്തു, നിന്നെ അവൻ പിടിച്ച് അകത്തിട്ട് നന്നായിട്ട് ഇടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. എടാ, അയാള് നിന്നെ പിടിച്ചപ്പോഴേ തന്നെ നിനക്ക് പറയാൻ മേലായിരുന്നു എന്റെ ആളാണെന്ന്. അവൻ എന്നെ ഇടിച്ചാൽ ഞാൻ വെറുതെ വിടുവോ? നിങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്നൊന്നും എനിക്കിപ്പോ ഒരു നിശ്ചയമില്ല. അത് പോട്ടെ, നമുക്ക് പോവാ. പോട്ടെടാ ചെയ്തു. ഇവര് രണ്ടുപേരും ഒരാളല്ലെങ്കിൽ പിന്നെ ഈ രൂപസാദൃശ്യം വന്ന എങ്ങനെയാണെന്ന് ഓർക്കുമ്പോഴാ. അത് ഞാൻ പറയാണ. മുമ്പ് ഒരിക്കൽ ടിവിയിൽ ഞാൻ നമ്മുടെ ജയന്റെ ഒരു പഴയ സിനിമ കണ്ടായിരുന്നണ്ണ. അതിന്റെ പേര് മനുഷ്യമൃഗം എന്നായിരുന്നണ്ണ. അതില് ജയൻ അഭിനയിച്ചത് ട്വിൻസ് ആയിട്ടായിരുന്നു. ഈ ട്വിൻസ് എന്ന് പറഞ്ഞ ഇരട്ട പിള്ളേരെണ്ണ. എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു. കുട്ടികളായ അവര് സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാ എന്തോ വലിയ പ്രശ്നം ഉണ്ടായി അവർ രണ്ടായിട്ട് പിരിഞ്ഞു പോയത്. മനസ്സിലായി, ഒന്ന് നിർത്തിക്കേ. അങ്ങനെ പിരിഞ്ഞു പോയതിൽ ഒരുത്തിനെ നമ്മുടെ ചന്ദ്രേട്ടനെടുത്ത് വളർത്തിയവൻ പോക്രി ചെയ്തുപോയി. മറ്റവനേതോ നല്ല വീട്ടിൽ വളർന്നു. അവനാണ് നമ്മുടെ ശരത്ത്. അങ്ങനെയല്ലടാ? എന്താ സാർ ഇത്? തുറന്ന് നോക്കെന്താണെന്ന്. ഇത് ആര് ചെയ്ത പെയിന്റിംഗ്? MF ഹുസൈനോ രവിവർമ്മയോ? NP ശേഖർ. ഈ ഞാൻ തന്നെയാടോ. മൈ ഗോഡ്, ഐ കാന്റ് ബിലീവ് ദിസ്. അത്ഭുതമായിരിക്കുന്നു. അൺബിലീവബിൾ. ഇത് കേട്ടില്ലടാ. ശരത്തിന് വിവരമുള്ളതുകൊണ്ടാണ് എന്റെ ക്രിയേഷനെ കുറിച്ച് നന്നായിട്ട് ബോധ്യമായത്. ഈ സ്ഥാനത്തെങ്ങാൻ ആ പോക്രി ചെയ്തുവായിരുന്നെങ്കിൽ ഇപ്പൊ ഇവനത് വലിച്ചേറിയനെ. എപ്പോഴും ആ പേര് പറയുന്നുണ്ടല്ലോ. Who is that man? അവന് മാൻ എന്നല്ല പറയണ്ടേ, മാൻ ഹോൾ എന്നാണ്. പൈസക്ക് വേണ്ടി കൊല്ലും നടത്തണവൻ തെമ്മാടി. അത്ര വൃത്തിയിട്ടവനാ. ഛേ, എന്തിനാ വെറുതെ ഈ സന്തോഷത്തിനിടയ്ക്ക് അവനെ കുറിച്ച് പറയുന്നത്? ഈ വിവരം ഞാൻ ശ്രാവണിയുടെ അടുത്തൊന്ന് പറയട്ടെ. പോട്ടെടോ. അങ്ങനെ ആയിക്കോട്ടെ. പോയോണ ആങ്ങളെയും പെങ്ങളും കൂടി ഡ്രാമ നടത്തിയിട്ട് അണ്ണനെ ചീത്ത വിളിക്കുന്ന കേട്ടില്ലേ? ഡ്രാമ അവരാണ് തുടങ്ങിയതെങ്കിൽ ഫിനിഷ് ചെയ്യുന്നത് നമ്മളായിരിക്കും. നമ്മൾ കൊടുക്കുന്ന കൺഫ്യൂഷനിൽ സേതുവേത് ശരത്ത് എന്നറിയാതെ ആങ്ങളെയും പെങ്ങളും ക്ലീൻ ബൗൾഡ്.
Akram fractionally short and Tendulkar pouncing on it. The length will change. Get the single on the onside this time. There is some swing there for Wasim Akram. എന്ത് പറ്റിയടാ? കിങ് ജീവനോടുണ്ട്. ഇതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണല്ലോടാ. എന്റെ മുരുമോൻ ഇപ്പോഴും ജീവനോടുണ്ടെന്നാ. ബാക്കി പറ. ദാസപ്പോ നിനക്ക് കിട്ടാനുള്ള എല്ലാ പൈസ കിട്ടിയെന്ന് വിചാരിച്ചോടാ. ഇത് നമുക്ക് കാര്യമായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. എത്ര ചെലവ് വന്നാലും ശരി അത് ഞാൻ ഏറ്റു. അതിന് മുൻപ് അവനെ കിട്ടണ്ടേ? കിട്ടാതിരിക്കാൻ എന്താ? എന്തായാലും ഒരു കണ്ടുപിടിച്ചില്ലേ? തീർച്ചയായും കിട്ടും. നിന്നു കോരി. മോളെ ശ്രാവണി, എന്തായിട്ടാ വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാണ്ടിരിക്കും? ആ പോക്കിരി ചെയ്ത് രണ്ടുപേരായിട്ട് ആക്ട് ചെയ്ത് നമ്മളെയൊക്കെ പറ്റിക്കെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവൻ വേറെ ഇവൻ വേറെ. ഒക്കെ ദൈവത്തിന്റെ ഓരോ കളിയാണേ. നമ്മുടെ ഫാമിലിക്ക് പറ്റിയ ആളാണെന്ന് അറിയാവുന്നുണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തത്. ശ്രാവണി, അവൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയണതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു ജോലിസിനെ വിളിച്ചു വരുത്തി മുഹൂർത്തം കുറിപ്പിച്ച് അവനെ തളയ്ക്കണം. എന്തു പറയുന്നു? ഏട്ടന്റെ ഇഷ്ടം പോലെ. നമ്മുടെ പെൺകുട്ടിയുടേത് സീതാദേവിയുടെ ജാതകം, പയ്യന്റേത് ശ്രീരാമന്റെ ജാതകം. എന്നാ പിന്നെ ഉടനെ തന്നെ അങ്ങോട്ട് നടത്തേക്കാം. ഒരു പ്രശ്നം എന്താച്ചാ ആ മുഹൂർത്തം ഈ 1 മണിക്കൂറിലാണ്. എന്താടോ പിള്ളേർക്ക് കടയിൽ പോയി മിഠായി വാങ്ങിക്കണ പോലെയാണോ കല്യാണം? നിങ്ങൾ ശീഘ്രം ചോദിച്ചു, ഞാൻ ശീഘ്രം നോക്കി, ശീഘ്രത്തിൽ ശരിയായി. എങ്ങനെയാണോ 1 മണിക്കൂർ കൊണ്ട്? വേറെ മുഹൂർത്തം നോക്ക്. അങ്ങനെ വെച്ചാ വേറെ മുഹൂർത്തമല്ല, വേറെ പയ്യനെ നോക്കുക നല്ലത്. ജോത്സരെ തനിക്കെന്താ ഭ്രാന്താ? അനാവശ്യം പറഞ്ഞു മോളെ ഒന്ന് ദേഷ്യപ്പെടാതിരിക്കുക. വിഷയം എന്താച്ചാ ഈ മുഹൂർത്തത്തിൽ നിശ്ചയെങ്കിലും നടക്കുകയാണെങ്കിൽ എല്ലാം ശുഭമാകുന്നതാണ്. അല്ലെങ്കിലോ അത് വേറെ മുഹൂർത്തത്തിലാണെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ആദ്യത്തെ മകനെ ഫസ്റ്റ് മാമനെ തിന്നും. അതിന് ഞാൻ വല്ല മിഠായി ഐസ്ക്രീം ആണോ അവൻ എന്നെ പിടിച്ച് തിന്നാനായിട്ട്? ഞാനേ പ്രശ്നത്തിൽ കണ്ടതേ പറയൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവൻ അപകട. ഇവനെന്താണ് രാമായണത്തിലെ കൃഷ്ണന്റെ കംസന്റെ കഥ പറയണം? കളയട്ടാ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? ആര് പറയണതാണ് സത്യമൊന്നും നമുക്കറിയില്ല. ഇനി വിളിക്കണം ജോലിച്ചും ചിലപ്പോ അരമണിക്കൂർ എന്ന് പറഞ്ഞാലോ. കൃത്യമായിട്ട് ഇനി എത്ര സമയം ഉണ്ടെന്ന് നോക്കി. കൃത്യമായി പറഞ്ഞ 55 മിനിറ്റ്. സമയം കളയാണ്ട് വേഗം നിശ്ചയത്തിനുള്ള ഏർപ്പാടുകൾ. നീ ആ ശരത്തിനെ വേഗം വിളിമോളെ. പറഞ്ഞ ശരത്ത് സമ്മതിക്കോ? ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് വിളിപ്പിക്കാൻ നിന്നാ മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു പോയില്ലേ മോളെ. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഇപ്പൊ തന്നെ പകുതി സമയം കഴിഞ്ഞല്ല. അവനിന് വല്ല ട്രാഫിക്കിൽ മറ്റോ കുടുങ്ങിയെന്ന് ആർക്കറിയാം. നിങ്ങൾ ഇങ്ങനെ കുത്തിയടിച്ച് നിൽക്കാണ്ട് പോയി അന്വേഷിക്കാൻ നോക്കണം. അണ്ണാ ശരത്താറല്ലേ വരുന്നത്? എന്തൊക്കെ ആദ്യ കയ്യങ്ങട് നീട്ടി. ദൈവം സാക്ഷിയായിട്ട് അരമണിക്കൂർ നേരത്തേക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും നീ വാ തുറക്കാനേ പാടില്ല. ദൈവത്തെ തൊട്ട് സത്യം അങ്ങനെ പിടിച്ചാൽ മതി. ഇനി ഞാൻ പറയാം. വേറൊന്നുമല്ല ശരത്തെ, ജോലിച്ച് നിങ്ങളുടെ ജാതകം നോക്കി 1 അവറിനുള്ളിൽ എൻഗേജ്മെന്റ് നടന്നില്ലെങ്കിൽ ശനി എൻട്രി ചെയ്ത് സീതയും രാമനും കാട്ടി പോയതുപോലെ നിങ്ങളും പോകേണ്ടി വരുമെന്നാ പറയുന്നത്. ഇവിടെ ശനി ആരാന്നറിയാവോ? ആ പോക്കിരി സേതു. ആ കള്ള ഫ്രോഡിന്റെയും നിന്റെയും രൂപം ഒരുപോലെ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആകാണ്ടിരിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മോനെ, നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി. ബന്ധുക്കളൊക്കെ വിളിക്കാൻ സാവകാശം ഇല്ലാത്തതുകൊണ്ടാ. ഇത് വെറും ഫോർമാലിറ്റി. പെർമനന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിക്കാം. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ല. മുഹൂർത്തം തെറ്റും. പെണ്ണിനെ വേഗം റെഡിയാക്കോ. വേഗം കൂടെ വാ. അരമണിക്കൂർ നേരത്തേക്ക് സംസാരിക്കരുന്ന ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യിച്ചിരിക്കുക. വേഗം ചെല്ല്. ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം കേട്ടിട്ട് പെണ്ണും ചെറുക്കനും നമഹ എന്ന് പറയാ. വിഘ്നേശനായ നമഹ. അല്ല മകനെ, നമഹ. എന്തായി പറയണേ? പയ്യന് ഊമയാ. അതൊരു ഐഡിയ ആണല്ലോ. ഊമയാണെങ്കിൽ എങ്ങനെ പറയാം? മനസ്സിൽ പറഞ്ഞാലും മതിയാകും. അങ്ങനെ ചൊല്ലിക്കൊടു. ശരി 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 ശരി. വിഘ്നേശ്വരായ നമ, ലക്ഷ്മി നാരായണായ നമ. ഇനി മോതിര കൈമാറ്റം നടത്തിക്കോളൂ. മോളെ ഇതാ മോതിരം ഇട്ടോളൂ. ഇട്ട് കൊടുക്കുമോളെ. മുഹൂർത്തം തെറ്റും. വേഗം ഇട്. ഇനി ഇത് ഇവളുടെ കയ്യിലിടും. മുഹൂർത്തം തെറ്റും. വേഗം ഇട്. സമയമില്ല സമയമില്ല. അയ്യോ, ഇവൻ ഇവിടെ വെച്ച് വാ തുറന്ന ആകെ കുഴപ്പാവും. മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ട്. ഈ പെണ്ണ് മലയാളി തന്നെയാണോ? ഹിന്ദി നടിയാ, മലയാളത്തിൽ അഭിനയിക്കുന്നുണ്ട്. നടിയുടെ കാര്യം വിട്ട് സിനിമ ശ്രദ്ധിക്കാം. ഓ ഓക്കെ. ഈ സൂട്ടും കോട്ടും കണ്ടാ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെന്ന് ആരെങ്കിലും പറയോ? പിന്നെ കല്യാണത്തിന് സദ്യ മാത്രം തന്നാ പോരാ, എല്ലാവർക്കും ഓരോ പട്ടുസാരി വാങ്ങി തരണേ. പട്ടുസാരി വാങ്ങിക്കൊണ്ടു പോകാനൊക്കെ എല്ലാരും ഉണ്ട്. 10 വർഷമായിട്ട് എനിക്കൊരു പെണ്ണിനെ നോക്കാൻ പറഞ്ഞിട്ട് എല്ലാരും എന്താ ചെയ്തേ? ഞാൻ നോക്കിയില്ലേ? മട്ടാഞ്ചേരി എന്നല്ലായിരുന്നോ? പെണ്ണൊക്കെ അസലായിരുന്നു. ഇവിടെ റൗഡികൾക്ക് കൊടുക്കാൻ പെണ്ണില്ലാന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കഴിവും ബോധമുള്ള പയ്യനെ വേണമെന്നാ പറഞ്ഞ്. നിനക്ക് കഴിവുണ്ട്, ബോധമില്ലാതെ പോയി. എന്തോ ബോധമില്ലാഞ്ഞിട്ടാണോ ശരത്തിനെ പോലെ ഒരു പയ്യനെ ഞാൻ തട്ടിയെടുത്തത്?
സാർ ഇവനെന്താ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? എന്താ ചരത്തെ വല്ലതും മറന്നുപോയോണ്ടാണ് തിരിച്ചു വന്നത്? തിരിച്ചു വന്നോ? ഞാനിപ്പോഴല്ലേ വരുന്നത്. അതുപോട്ടെ, പെങ്ങളവിടെ പോയി. ഏത് പെങ്ങള്? എന്റെ പെങ്ങള്. ആ പെങ്ങള് ഫോൺ ചെയ്തിട്ടല്ലേ ഞാനിപ്പോ വന്നത്. അപ്പൊ മുമ്പേ വന്നതാരാ? എപ്പോ? ആയിരുന്നോ? രണ്ടുപേരും ഒരുപോലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു എന്നോട് അണ്ണം പറഞ്ഞ് മിണ്ടി പോകരുത്. അതെ, ദക്ഷിണ കിട്ടിയായിരുന്നു അങ്ങ് പോകായിരുന്നു. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഇങ്ങോട്ട് വന്നേ. ശരത്തേനെ പോരാട്ടാ. ആ ശരി ശരി. എന്റെ ജോലിസരെ നമുക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയല്ല. ശാസ്ത്രപ്രകാരം ആരുമായിട്ട് നിശ്ചയം നടന്നോ അവരെ തന്നെ കല്യാണം കഴിക്കണോ? ഒന്ന് കളഞ്ഞാൽ താൻ എന്താ പറയണത്? അങ്ങനെ ഒരു റൗഡിക്ക് എന്റെ പെങ്ങളെ പിടിച്ചു കൊടുക്കണമെന്ന്? നിങ്ങളുടെ കാര്യം ഞാൻ പിടിക്കാൻ എന്നെ സഹായിക്കണം. വഴിയുണ്ട്. എന്താ വഴി? പെൺകുട്ടിയുടെ അഭാവത്തിൽ പോലും പെൺകുട്ടിയുടെ സഹോദരൻ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ മോതിരം ഇട്ടോളൂ. എന്നാ പിന്നെ വേഗം വന്ന് മന്ത്രം ചൊല്ലിക്കാം. ഞാനതാ ചൊല്ലി കഴിഞ്ഞു. ശരത്, നമ്മുടെ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് നടത്തണം. ഞാനായിട്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ടൊന്ന് കേക്ക്. ഞങ്ങളുടെ കുടുംബാചാര പ്രകാരം ആദ്യം അളിയനുമായിട്ടാണ് എൻഗേജ്മെന്റ് നടത്തേണ്ടത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതക പ്രകാരം ഈ 3 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ സീതയും രാമനും കാട്ടിപ്പോയതുപോലെ നിങ്ങളും പോകേണ്ടി വരുന്ന ജോലിസും പറഞ്ഞത് അല്ലേടോ? പറഞ്ഞു കൊടുക്കണോ? എന്നിട്ട് ശ്രാവണി എവിടെ? സിനിമയ്ക്ക് പോയി. ഈ സമയത്താണോ സിനിമയ്ക്ക് പോകുന്നത്? ഞങ്ങളുടെ ആചാരപ്രകാരം എൻഗേജ്മെന്റ് നടക്കുമ്പോ കല്യാണ പെണ്ണ് സിനിമയ്ക്ക് പോകണമെന്നാ. ആ മന്ത്രം ചൊല്ലിക്കും. എന്താ ഇത്? മോതിരം മാറുന്ന ആണുങ്ങൾ തമ്മിലാണോ? അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. മുഹൂർത്തം തെറ്റും. ഞാൻ പറയട്ടെ. ആൾറെഡി 20 സെക്കൻഡ് ഓവറായി. ഇത് പറഞ്ഞാൽ എന്റെ കാര്യം പോക്കാം, ഇത് പറയാതിരുന്ന അവന്റെ കാര്യം പോക്കാം. ആ പോട്ടെ. ഇത് എന്ത് ഡാൻസാ? എവിടുത്തെ ആചാരമാ? മോതിരം മാറുന്ന ആണുങ്ങൾ തമ്മിലാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരത്തെ, ഇതൊരു തുടക്കമല്ലേ, എല്ലാം പിന്നെ പിന്നെ മനസ്സിലാവും. ധൈര്യമായിട്ടിരിക്കേ. അണ്ണാ പോക്കർ ചെയ്ത് ഒരു വൃത്തികെട്ടവനാ. മോളെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. അളിയ ശരത്തെ, നിന്റെ ഡൗട്ട്സ് ഒക്കെ തീർന്നെങ്കിൽ വീട്ടിൽ വെക്കും. ഞങ്ങൾക്ക് ഒരാളെ കാണാനുണ്ട്. ആരെ സാർ? സേതു എന്ന് പറഞ്ഞവനെ. ഹായ്. ഇത്രയും നേരം എവിടെയായിരുന്നു? അർജന്റ് ആയിട്ടൊരു വർക്ക് ഏൽപ്പിക്കാനുണ്ടായിരുന്നു. ഐ ആം സോറി. അവരെവിടെയുണ്ടോ നോക്ക്. ഏയ് ആരാ? ഓ താനാ? എപ്പോ വന്നു? പുറത്തേക്ക് പോ. പുറത്തേക്ക് വരാൻ. ഓക്കെ ശ്രാവണി, ഞാനിപ്പോ വരാം. എന്ത് പറ്റി? നടക്കടങ്ങാട്. എടാ ചെയ്തു, അവിടെ അത്രയും കാര്യങ്ങൾ നടന്നപ്പോ എന്താ നടക്കുന്നതെന്ന് ചോദിക്കണ്ടേ? നീ മിണ്ടായിരിക്കല്ലായിരുന്നോ? ഒരു ചാൻസ് ഒത്തു കിട്ടിയെന്ന് കരുതി എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നോക്കും. പറയാൻ എനിക്ക് ചാൻസ് തരാൻ എന്താ? അത് ശരിയാണോ? അതൊക്കെ ശരി തന്നെയാ. ശരത്തുമായിട്ട് നടക്കേണ്ടിയിരുന്ന എൻഗേജ്മെന്റ് ആള് മാറി നീയായിട്ട് ചെയ്തത്. മറ്റാരോ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് ചെയ്യിച്ചതിനാ. താൻ വെള്ളമായിരുന്നല്ലേ? എനിക്കങ്ങനെ പകൽ കുടിക്കുന്ന ശീലമില്ല. അതായത് ഞങ്ങളുടെ ശരത്ത് സെയിം നിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ഇരിക്കുന്നത്. എപ്പോഴാണോ മോതിരം മാറിയത് അപ്പോഴെന്നെ മനസ്സ് മാറി. നിങ്ങളുടെ പെങ്ങളെ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. മോതിരം മാറുന്ന പോലെ അത്ര ഈസി ആയിട്ട് മനസ്സ് മാറുമെന്ന് വിചാരിക്കരുത്. ഞാൻ ശരത്തല്ല പോക്കറി ചെയ്തു പോകണമെന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ അനിയത്തോട് പറഞ്ഞേക്കാം. പ്രശ്നം തീരുമെങ്കിലാ. അങ്ങനെ പെട്ടെന്ന് കയറി പറയരുത്. എന്റെ അനിയത്തി ഒരുപാട് ആദർശങ്ങളുള്ള ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഒരു വൃത്തികെട്ട റൗഡിയുമായിട്ട് എൻഗേജ്മെന്റ് നടന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ഹാർട്ട് നിന്ന് പോവും. നിനക്ക് നല്ലൊരു പെണ്ണിനെ വേറെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല, പിന്നെയാണോ എനിക്ക് നോക്കുന്നത്? ഒന്ന് പോടാ. അല്ലേ വേണ്ട, 10% കമ്മീഷൻ തരുന്നുണ്ടല്ലോ, അതും കൂടി നീ അങ്ങ് എടുത്തോ. നിർത്തണം, മിണ്ടിപ്പോരുത്. എന്തു പറയുന്നു? ഒന്നേ എനിക്ക് പറയാനുള്ളൂ. പോക്രി വംശത്തിൽ ഒരു എൻഗേജ്മെന്റ് നടന്നാൽ പകുതി കല്യാണം കഴിഞ്ഞെന്നാ. അതുകൊണ്ട് നിങ്ങളുടെ പെങ്ങളെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ശരത്ത് ഭരത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ അവളെ തല്ലിക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് പാസ് ചെയ്യും. പോക്കറി സേതുവിനോടൊപ്പം തന്നെ പുറത്തോളാൻ പെങ്ങളോട് ചെന്ന് പറഞ്ഞേക്ക്. എന്തിനാണെന്ന് വെച്ചാ ഞാൻ പറഞ്ഞോളാം അവളോട്. വേറൊന്നുമല്ല മോളെ, എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ സിനിമയ്ക്ക് പോരുന്ന നമ്മുടെ ആചാരത്തിലുള്ളതായി അമ്മായി പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വിളിക്കാൻ വന്നതാ. എന്തിനാ ഏട്ടാ ഈ പഴയ ആചാരങ്ങളൊക്കെ? ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നോളൂ. ഏട്ടൻ പോയിക്കോ. ശരത്, അതല്ല മോളെ. ശരത്. അളിയ ശരത് നിന്നെ വിളിക്കുന്നു. എന്നെയോ? ഐ ആം സോറി. കം ഓൺ, ലെറ്റ്സ് ഗോ. ഈ കാര്യം ശരത്ത് അറിഞ്ഞ ആകെ പ്രശ്നമാവും. അറിയാതിരിക്കാണ് വേണ്ടത്. അറിയിക്കണ, പറയാതിരുന്നാ മതി. റിവഞ്ച് കൊണ്ട് എന്റെ ബ്രെയിൻ പോവുകയാണ്. എന്റെ ക്രിയേഷൻ എല്ലാം പോയടാ. പുതുതായി ക്രിയേറ്റിവിറ്റി കിട്ടാനാണോ പാട്? ആ സി ഡി ഷോപ്പിൽ പോയിട്ട് ആവശ്യമുള്ള സി ഡി. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി സാർ. റിവെഞ്ച് തോന്നിയാൽ പിന്നെ ഏതൊരാളും അസ്വസ്ഥനാവും സാർ. സാറിന്റെ റിവെഞ്ച് പൂർത്തിയാക്കാൻ പറ്റിയ ആൾക്കാർ ഈ സിറ്റി തന്നെ സാർ. അവരെ കണ്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും സാർ. എന്റെ റിവെഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഒരാളെ കൊല്ലാൻ എന്ത് ചെലവ്? ആളിനെ കണ്ടിട്ട് പൈസ പറയാം. ഇവനാണ് ആള്.
ഇതെന്താണ് നിശബ്ദ സിനിമയോ? കാര്യം പറയടാ. ഇവനെ ഞങ്ങൾക്ക് വേണം. ഇത് നമ്മുടെ ശരത്തോ അതോ പോക്കർ സേതു അണ്ണാ? ഇവനാരാണാവോ? കിങ്. ഇവൻ എവിടുന്നാണ് ഇപ്പൊ വരുന്നത്? കൊല്ലം കൂടുന്ന വരുന്നത്. രാജാ ചന്ദ്രപ്രതാപ വർമ്മ. ഇവനെ ഞങ്ങൾക്ക് വേണം. അണ്ണാ എന്താടാ? ഒരു മിനിറ്റ് അങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാണ് അത്ര സീരിയസ് ആയിട്ട് ഇപ്പൊ വിളിച്ചത്? അണ്ണാ ജയന്റെ സിനിമയിൽ ആ തള്ളക്ക് ഇരട്ട കുട്ടികളായിരുന്നെങ്കിൽ ഇവിടെ 3 കുട്ടികള്. ആ മൂന്നാമത്തതായത് എനിക്ക് മനസ്സിലായി. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. ഒരാള് ശരത്ത്, ഒരുത്തൻ സേതു, മറ്റവൻ കിങ്. കിങ്ങിനെ പോലെ 2 പേരും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിഞ്ഞൂടാ. ഇവര് നമ്മുടെ ശരത്തിനെ കാണുന്നതിന് മുമ്പ് ആ സേതുവിനെ പിടിച്ച് ഇവന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ശരത്തിന്റെ കാര്യം സേഫ് ആവും, സേതുവിന്റെ ശല്യം തീരുകയും ചെയ്യും. അതേണ ശരി ബൈ. അവനെ ഞാൻ പിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വരാം. എനിക്കെന്ത് തരും? അണ്ണാ ഒന്ന് പറയുന്നുണ്ട്, 2 ലക്ഷം ചോദിക്കുക. 1 കോടി രൂപ തരും. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ അടുത്ത് വരികയല്ലേ? പൈസ ഒരു പ്രശ്നമല്ല. 2 ദിവസത്തിനകം അവനെ ഞാൻ നിങ്ങൾക്ക് തരും. കിട്ടിയാലുടനെ ഫോൺ ചെയ്യും. ഓക്കെ ഓക്കെ. ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയെന്ന് തോന്നുന്നു. ഒന്ന് വിഷയാനുള്ള മര്യാദ ഇല്ലേ? മോളെ ശ്രാവണി, നീ ധൈര്യമായിട്ടിരിക്കണം. ഞാൻ നിന്നോട് വലിയ സത്യം പറയാൻ പോവാ. എന്താട്ടാ? ബൈ മിസ്റ്റേക്ക് ഞാൻ ശരത്താണെന്ന് വിചാരിച്ച് ആ പോക്രി സേതുവായിട്ടാ നിന്റെ എൻഗേജ്മെന്റ്. അതെ മോളെ, എന്താണ് നടന്നതെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ പ്രോഗ്രസ് ചെയ്തു കല്യാണം കഴിക്കണമെന്നാണോ? ഈ ഏട്ടൻ അറിഞ്ഞുകൊണ്ട് നിന്റെ ലൈഫ് നശിപ്പിക്കും മോളെ. ഏതായാലും ഇത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അബദ്ധം പറ്റിയതായതുകൊണ്ട് അതിന്റെ പേരിൽ ദോഷമൊന്നും ഉണ്ടാവില്ലെന്നാ ജോത്സ്യം പറഞ്ഞത്. ഇനിയിപ്പോ സേതുവിനെ എങ്ങനെ ഒഴിവാക്കും? അതിനുള്ളൊരു കെണി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കുറേശ്ശെ കുടിക്കണേ, ഓവറായി പോരുത് മോളെ. എന്റെ അടുത്ത് ഒന്നും അറിയാത്ത പോലെ നീ പെരുമാറാൻ പാടുള്ളൂ. ഇന്നത്തോടെ അവന്റെ ശല്യം തരും. വാ സേതു. എന്തിനാ വരാൻ പറഞ്ഞത്? ഒന്നുമില്ല സേതു, ഞങ്ങൾ 2 പേരും കൂടി ഒരു തീരുമാനം എടുത്തു. നീ തന്നെ പറ മോളെ. വേറൊന്നുമല്ല സേതു, അബദ്ധത്തിലാണെങ്കിലും നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. നമ്മള് കല്യാണം കഴിക്കുന്ന ന്യായം. അപ്പൊ ശരത്തോ? ശരത്തും ഭരത്തൊക്കെ പോയി വേറെ പണി നോക്കട്ടെ. നമ്മളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ലേ മോളെ? എൻഗേജ്മെന്റ് കഴിഞ്ഞ അളിയനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കുന്ന ചടങ്ങുണ്ട് ഞങ്ങൾക്ക്. അതിങ്ങ് എടുത്തോണ്ട് വാടാ. ഒന്ന് വേഗം കൊണ്ടുവാ. ഇങ്ങോട്ട് എടുക്കടാ. ആചാരങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ലല്ലോ. കുടിച്ചു നോക്ക. അമൃത. അമൃത? ആ നിന്റെ ഐഡിയ അങ്ങനെ ആദ്യമായിട്ട് വർക്കൗട്ടായി. വെച്ചോ വെച്ചോ, അഴിക്കടാ. അഴിക്കടാ. എന്റെ ജീവിതാഭിലാഷമാണ്. എനിക്കൊരു ചാൻസ് തരുമോ? എന്തിനാടാ? ചാക്ക് കഴിക്കാനാണോ? അല്ല സാർ, ഇവൻ പുറത്ത് വരുന്നതിന് മുമ്പ് എന്റെ റിവഞ്ച് പൂർത്തിയാക്കാൻ. എന്നെ നീ തല്ലുവല്ലടാ. ഞാൻ ആരാന്നറിയടാ? കൊല്ലൂടാ നിന്നെ ഞാൻ. മതി, നിർത്ത്. എന്തിനാടാ കെട്ടിയിട്ടടിക്കുന്നത്? എന്താടാ നോക്കിയിരിക്കുന്നത്? വേഗം കെട്ടടിക്കടാ. കുറച്ചുകൊണ്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ ചത്തുപോയനെ. അണ്ണൻ ചാക്കിലിപ്പോ കയറി. അവനെ കുടിപ്പിച്ച് അടിച്ച് ചാക്കി കയറ്റാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചിട്ട് എന്നെ അടിച്ച് ചാക്കിലൊക്കെ അല്ലടാ. എന്നെ ചാക്കിലിട്ടിടിച്ചത് ആരാടാ? ആ നിൽക്കുന്നതിനാണ്. ഈ കൊരങ്ങനായിരുന്നു അത്. അതെണ്ണ. അവനെ ഞാൻ എന്തിനാ ഈ ഡ്രാമ? കൊണ്ടുവരാം. വളരെ തന്ത്രപരമായിട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞത്. ഇനി അവൻ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എടാ പാടാ. അവൻ വന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. ഈ രാജശേഖരൻ ആരാന്ന് നിനക്ക് അറിയാവാ? എക്സ്പ്രഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. എടാ ബുദ്ധിയില്ലാത്തവന്മാരെ, നിങ്ങൾക്ക് എന്നെ കൊന്ന അവനെ കിട്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായി പറയുന്നേ? പിന്നെയും പിന്നെ എനിക്ക് പറയാൻ മേല. നീ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതെ, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫല പാവന്റെ ഏട്ടനെ ഇപ്പൊ അനുഭവിക്കുന്നേ നോക്കണം. ഇപ്പൊ ആ പ്രോഗ്രസ് ചെയ്ത് വന്നാ ഞാൻ അവരോട് സംസാരിച്ചു നിൽക്കും. നിങ്ങൾ പുറകേന്ന് തലക്കിട്ടൊന്ന് കൊടുക്കണം. മതി. ബ്ലഡും വരരുത്, ജീവനും പോവരുത്. അവനോട് പറ. പക്ഷെ 2 മണിക്കൂർ ബോധം ഉണ്ടാവരുത്. ആ ടെക്നിക്ക് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഒറ്റയടി കൊടുക്കാം. ഉണ്ടെങ്കിൽ ഉണ്ട്, പോയാ പോയി. കൊള്ളാം നിങ്ങളെ പൊണ്ണന്മാരെ. വരുന്നുണ്ട്, വേഗം റെഡിയായിക്കോ. നിങ്ങളാരും കാണരുത്, വേഗം ഒളിച്ചോ. വേഗം വാ, ഒളിക്കോ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ നീ വന്നത്. അതിരിക്കട്ടെ ഏട്ടാ, ഈ കൊരങ്ങൻ മരുന്നിനെ ഏട്ടനെ പിടിച്ചു വെച്ചത് ചോദിക്കാൻ അവര് മനുഷ്യന്മാരല്ല, മൃഗങ്ങളൊക്കെ കഷ്ടമാ. അവന്മാർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. എടോ ദാസേ,
ദേ നിൽക്കുന്നു കിങ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അവൻ നിങ്ങൾ കരുന്ന പോലെ നിസ്സാരക്കാരനൊന്നല്ല. പിന്നെ എന്നൊന്നും പറഞ്ഞേക്കരുത്. ഹാൻഡ് ഓവർ ചെയ്യടോ. ഈ ചെറ്റയുടെ ഉപദ്രവം ഇതോടെ തീർന്നു കിട്ടിയല്ലേ മോളെ? അതെ ഏട്ടാ. ഡാ പോയി പേയ്മെന്റ് വാങ്ങിച്ചോണ്ടോ. എല്ലാ 1000 നോട്ട് മതി. ശ്രാവണി മാഡം, എവിടെയാ ഇവരൊക്കെ? ആരാ? എന്താ ഇത് സാർ? എന്നെ വിടാൻ പറ. എനിക്ക് അമ്പലത്തിൽ പോണം. ഏട്ടാ ശരത്താണോ അത്? എനിക്ക് ഓഫീസിൽ പോണം. എന്നെ വിടാൻ പറ സാർ. ഓഫീസിൽ പോണെന്ന് ശരത്ത് തന്നെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആള് മാറിപ്പോയി. അത് കിങ്ങല്ല, ശരത്താണ്. ശ്രാവണി മാഡം, എന്നെ രക്ഷിക്കേ. ഏയ് മാറിക്കടാ. എന്താ നേരത്തെ കിട്ടിയൊന്നും പോരടാ. ശരിക്കും എന്താ നിന്റെയൊക്കെ പ്രശ്നം? ഇങ്ങനെ കാത്തിരിക്കരുത്. ഈ പേര് വിളിച്ചാൽ അന്ന് ഇവന്മാരുടെ എല്ലാം കൂമ്പിടിച്ചാൻ മാറ്റിയത്. വീണ്ടും ഒരിക്കൽ കൂടി എന്നെ കിങ് എന്ന് വിളിച്ച കൊന്നുകളി ഞാൻ. നീ കിങ് അല്ലെന്നുള്ള സംഗതി എനിക്ക് നന്നായി അറിയാൻ പോയി. ഇപ്പൊ അതേപോലെ രൂപമുള്ള നിന്നെ ഞാൻ കൊണ്ടുപോയി കിങ്ങിന്റെ സ്ഥാനത്ത് നിർത്തിയാലുണ്ടല്ലോ, എന്റെ പ്രോബ്ലം മൊത്തം സോൾവ് ആയി കിട്ടും. അതുകൊണ്ട് നീ കുറച്ചു നാള് എനിക്ക് വേണ്ടി കിങ് ആയിട്ട് ആക്ട് ചെയ്യണം. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? 1 കോടി രൂപ തരാടാ. എനിക്ക് പൈസയേക്കാൾ പ്രധാനം ചെയ്യുന്ന ജോലിയാണ്. നിങ്ങളുടെ സൈഡിൽ ന്യായമുണ്ടെങ്കിൽ ഞാൻ സഹകരിക്കാം. ന്യായമേ ഉള്ളനിയാ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഭാര്യയും മക്കളും പോലും ഇല്ലാതെ ഈ ക്രിമിനൽസിന്റെ കൂടെ ഒരു പട്ടിയെ പോലെ ജീവിക്കാൻ ഞാൻ. എന്റെ മരുമകനായ കിങ് ഉണ്ടാക്കി വെച്ച കടങ്ങൾ മുഴുവൻ ഇപ്പൊ ഞാൻ കൊടുക്കേണ്ട സ്ഥിതിയാ. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്നാ കാണാതെ പോയ കിങ് തിരിച്ചു വന്നാൽ എന്റെ സ്ഥിതി എന്താവും? ഇനി എങ്ങനെ വരും? വരില്ലടോ. എന്താ ഇത്ര ഉറപ്പ്? ചത്തുപോയില്ലേ? ഇത്രയും നാളെ കിങ് തിരിച്ചു വന്നിട്ട് എന്നെ കടം വിടാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചത്തുപോയെന്ന് പറയുന്നത്. ഞാൻ പറയട്ടുള്ളൂ, കിങ് ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കോ? അതുകൊണ്ടാ പറയാത്തത്. ഇപ്പോൾ ഈ സേതുവിലൂടെ നിങ്ങളുടെ കടം തീർക്കാനുള്ള ചാൻസ് വന്നോണ്ടാ ഞാൻ സത്യം പറഞ്ഞത്. കിങ് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതിന് ഗ്യാരണ്ടി എന്താ? മോനെ സുജി, കിങ്ങിന്റെ ശവം ഇവനാ കണ്ടത്. അറിഞ്ഞുകൂടെ? ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഡെഡ് ബോഡി ഫോട്ടോസ്. കിങ് ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞാൽ ആ ഫാമിലിക്ക് അത് താങ്ങാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ സത്യം ആരോട് ഇതുവരെ പറയാറുന്നത്. മോനെ സേതു, നീ സഹകരിച്ച ഞങ്ങളുടെ കിങ്ങിനെ കൊന്നവനെ നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. പ്ലീസ്. പേയ്മെന്റ് പോലെ തന്നെ ജോലിയും ഇഷ്ടപ്പെട്ടു. ഡീൽ ഓക്കെ. സാർ, ശ്രാവണി. ശരത്, നിങ്ങൾ എന്തിനാ അമ്പലത്തിലേക്ക് വന്നത്? എല്ലാ ശനിയാഴ്ച അമ്പലത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞല്ലേ ശ്രാവണി. അങ്ങനെ ഇന്നും പോയത്. ആരോ പിന്നിലൂടെ വന്ന് എന്റെ തലയ്ക്ക് ഒറ്റയടി. കണ്ണൂർ വന്നപ്പോ ഇവിടെയാ. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ അളിയാ. ഇതിപ്പോ ഇവിടെ എന്താണ്ടായേ? കിങ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനും എന്നെ പോലെ ഇരിക്കുകയാണെന്ന്. അവനെ പോലെ ആക്ട് ചെയ്താൽ 1 കോടി രൂപ തരാന്ന് പറഞ്ഞു. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട ശരത്. ഏട്ടാ, ഇത് സേതുവല്ല ശരത്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ശരത്തിനെ കൊണ്ടങ്ങ് പോയാലോ? എന്റെ മോളെ, നീ ഇപ്പൊ ശരത്തിനേക്കാളും കഷ്ടമായല്ലോ. കുറച്ച് ബുദ്ധി ഉപയോഗിക്ക്. അവർക്ക് വേണ്ടത് ശരത്തിനെയും സേതുവിനൊന്നും അല്ല, കിങ്ങിനെ പോലുള്ള ഒരുത്തനെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവര് പറഞ്ഞ പോലെ ആക്ട് ചെയ്യേ. സമയമാവുമ്പോ ഞാൻ സേതുവിനെ പറഞ്ഞു വിട്ട് നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം. എന്നാ ഞാൻ ഓഫീസിൽ പോയി ലീവ് എടുത്തിട്ട് വരാം. ഇതെന്താണ്, നമ്മളേതെങ്കിലും സിനിമയ്ക്ക് തിയേറ്ററിൽ വന്നാണോ? അവന്മാര് വിടില്ല. എന്താ വിടാതിരിക്കാൻ? നമ്മളൊന്നും ചെയ്തില്ല. ശ്രാവണി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്താ ശ്രാവണി? ആക്ച്വലി പ്രോബ്ലം എന്താന്ന് വെച്ചാ, നിങ്ങൾക്കറിയാലോ, സേതു ആള് നിസ്സാരക്കാരനല്ല. അവൻ ഇഷ്ടക്കേടുണ്ടായ ഏത് നിമിഷവും മാക്കുമാർ. അതിനെന്ത് ചെയ്യണം? അവൻ എന്റെ അനിയത്തി എന്ന് വെച്ചാൽ ജീവനാ. അതാണ് അവന്റെ വീക്ക്നെസ്. എന്നാ അവളെ കൂടി കൊണ്ടുവരട്ടെ. അപ്പൊ അവൾക്കൊണ്ടൊരു വീക്ക്നെസ്. ഓ, ഇനി അതെന്താ? എന്നെ എന്റെ അനിയത്തിക്ക് ജീവനാണ്. ഞാനില്ലാതെ എങ്ങോട്ടും പോവില്ല. എന്റെ ശേഖരെ, അവനെ ഞാൻ പിന്നെ കിങ് ആയിട്ട് അവിടെ എത്തിക്കാനല്ലേ ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാരും കൂടി വരാനാണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ അടിച്ച് നാട്ടുകാരെ മുഴുവൻ അങ്ങ് കൊണ്ടുപോയ പോരെ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതിന് എന്റെ കയ്യിൽ ഒരു ബെസ്റ്റ് ഐഡിയ തന്നെ ഉണ്ട്. എതിർതർപ്പണം ചെയ്തതുകൊണ്ട് മാത്രം, അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മോളുടെ അച്ഛൻ എന്തായാലും ആത്മശാന്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. അത് നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ.
സോറി മാഡം, ഇയാൾക്ക് ഇപ്പൊ സംസാരിക്കാനോ അനങ്ങാനോ സാധിക്കില്ല. എന്താ എന്റെ മോന് പറ്റിയത്? ഈ ജയിപ്പിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചേട്ടത്തി. ഒരു തെറ്റും ചെയ്യാത്ത അയാളെ എന്തിനാ വെറുതെ സംശയിക്കുന്നത്? ഒറീസയിൽ വെച്ച് ഇയാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. എന്റെ പേര് ഡോക്ടർ രാജശേഖരൻ നമ്പ്യാർ. ഇതെന്റെ സിസ്റ്റർ ഡോക്ടർ ശ്രാവണി നമ്പ്യാർ. നമസ്കാരം. പ്രകൃതി ചികിത്സയുടെ ഗവേഷണത്തിന്റെ ഭാഗമായുള്ള ഞങ്ങളുടെ യാത്രക്കിടയിലാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത്. വിദഗ്ധ ചികിത്സയിലൂടെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ രക്ഷിച്ചെടുത്തത്. ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇദ്ദേഹത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം വന്ന് മോനെ എന്ന് വിളിച്ച് തിരിച്ചറിഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മോനെ കാണാതായതിൽ ഇവിടെ എല്ലാവരും എന്നെ സംശയിച്ചപ്പോ ഇവിടെ ഇനി നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് കരുതി ഇറങ്ങി പോവായിരുന്നു ഞാൻ. വിഷമം കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ ലോകം മുഴുവൻ അന്വേഷിച്ചു നടക്കുമ്പോഴാ മോനെ ഞാൻ കാണുന്നത്. വിഷമിച്ച് ആഹാരം പോലും കഴിക്കാതിരുന്നോണ്ടാണല്ലോ കാട്ടുപന്നി പോലെ ചീർത്തിരിക്കുന്നത്. അത് അലഞ്ഞു നടന്ന് നീര് പിടിച്ചാടാ. ഡോക്ടർ സാറേ, എന്റെ മോനെ പഴയതുപോലെ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ലേ? തീർച്ചയായും തരാം മാഡം. ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കലാവൈദ്യം ചെയ്യാന്ന. കലാവൈദ്യോ? അതെന്താ? അങ്ങനെയൊന്നുണ്ട്. മരുന്നുകൾ കൊണ്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് വൈദ്യം, മൂലികകൾ കൊണ്ട് ചെയ്യുന്നത് ആയുർവേദം, അതുപോലെ കലകൾ കൊണ്ട് ചെയ്യുന്നത് കലാവൈദ്യം. എന്റെ മോന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു. ഇനി അവൻ നോർമൽ ആകുന്നത് വരേക്കും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ മകൻ നോർമൽ ആകുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ധർമ്മ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. അങ്ങനെ ആവട്ടെ ചേച്ചി. വന്നോട്ടെ സാർ, വന്നോട്ടെ. ചെല്ലേ ചെല്ലേ ചെല്ലേ. ഓക്കേ. ഗോപിനാഥൻ, നീ കൂത്താട്ടുകുളത്ത് ബുദ്ധി എടുത്തപ്പോ ഈ JP അതിനെ കാക്കനാട്ട് ബുദ്ധി കൊണ്ട് അടിച്ചു മലർത്തി കളഞ്ഞ് കണ്ടില്ലടാ. രണ്ടിനെ ഞാൻ കാണിച്ചു തരാടാ. ശ്രീരാഗം ചലന ചല ചൽ ചൽ ഗാനമായി ഒഴുകുന്നു ഏതോ സംഗീതം. സ്വരമായി ഉണർന്നു സുഹൃതം വിരിഞ്ഞു ഹൃദയം നിറഞ്ഞ പ്രണയം. കവിളിൽ പതിഞ്ഞ മഴമുത്തുപോലെ കനകം ചൊരിഞ്ഞ പ്രണയം. മധുരം കവിഞ്ഞ കനവിൽ പതിഞ്ഞ കതിരായി കുളിർന്ന ഹൃദയം. ജവമായി വളർന്നു വരമായി ലഭിച്ച ആനന്ദ മനോജ്ഞ മഹാപ്രസാദം. ഘനന ഘന ഘൽ ഘൽ മോഹമായി ഇതൾ നീർത്തിടുന്നു ശ്രീരാഗം. ചലന ചല ചൽ ചൽ ഗാനമായി ഒഴുകുന്നു ഏതോ സംഗീതം. ആ ചിത്രത്തിലുള്ളതാരാ? അമ്മ. അതാരാ നോക്ക്. JP മാമൻ. ഇതാരാന്ന് പറയാമോ? ഗോപിനാഥൻ മാമൻ. Correct. അപ്പൊ ഇതാരാ? ഇളയ മാമൻ. വെരി ഗുഡ്. Ani sari sani ni
പാമ്പ് കടിച്ച പാമ്പാട്ടിയുടെ സാന്നിധ്യത്തിലും കലാചികിത്സ ഒരു കലാകാരന്റെ സാന്നിധ്യത്തിലും വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. സംഗീത ചക്രവർത്തിയായ ജയസൂര്യ സാർ ഇവിടെ വന്നിരിക്കുന്നത് കിങ്ങിന്റെ കലാചികിത്സയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് അദ്ദേഹം പൂർണ്ണ സുഖം പ്രാപിക്കുന്നത് കണ്ട് സന്തോഷമായി മടങ്ങാൻ വേണ്ടിയാ. എന്തിനു സമയം കളയുന്നത്? മോന്റെ കാല് വേഗം ഒന്ന് റെഡിയാക്കാൻ നോക്ക്. അതെ ഡോക്ടർ സാറേ, ജയസൂര്യ സാർ പറഞ്ഞ ബ്രാഹ്മമുഹൂർത്തത്തിന് സമയമായി. ആ കാലിന്റെ രാഗം ഒന്ന് പഠിച്ചേ. അമ്മേ, എന്റെ കാല് ശരിയായി. എന്റെ മോനെ ദൈവം രക്ഷിച്ചു. ഗോപിനാഥൻ ചേട്ടാ, സാധാരണ സിനിമയിലാണല്ലോ ഇങ്ങനെ പാട്ടുപാടി കാലൊക്കെ റെഡിയാക്കാറുള്ളത്. ഇതെന്താ? ആരെ ഇങ്ങനെ നോക്കുന്നേ? അമ്മേ, ഏട്ടാ, ഇവനിപ്പോഴെന്തിനായിരുന്നു? ഇവൻ എന്താ ചെയ്യണ്ടേ? ആരേത്? നിന്റെ അനിയൻ. എന്റെ അനിയനോ? കിങ്ങിന്റെ അനിയൻ. ലണ്ടനിൽ പഠിക്കുന്നു. ഇവനെ ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മേ, എന്താടാ ഒന്നും പറയാതെ പെട്ടെന്ന് ഈ വരവിന്റെ ഉദ്ദേശം? എനിക്ക് എല്ലാവരും ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നു. ആ ചേട്ടനാ. സ്നേഹം കാണുമ്പോ എന്റെ കണ്ണു പറയുന്നു. എന്താ പക്ഷേ ഇവരൊക്കെ ആരാ? പോലീസിൽ വെച്ച് ഏട്ടന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇവരെ രക്ഷപ്പെടുത്തി. ചേട്ടന് ആക്സിഡന്റോ? എന്നിട്ട് എന്നെ അറിയിക്കാൻ ഞാൻ അത്രയ്ക്ക് പറയാനൊന്നുമില്ല. അല്ല, എന്താ ഈ പെട്ടെന്നുള്ള വരവ്? നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാ. പൂജ, ഇതാണ് അമ്മ. നമസ്തേ. ഇതെന്റെ ഏട്ട്. നമസ്തേ. നമസ്തേ. ഏതാ പെണ്ണ്? ഞങ്ങൾ ലണ്ടനിൽ വെച്ചാ പരിചയപ്പെട്ടത്. അമ്മേ, എനിക്ക് പൂജയെ മാരി ചെയ്താ കൊള്ളുന്നുണ്ട്. ഇവനും ഞാനും എതിർക്കില്ലാന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നീ ഇവിടെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്?
ലക്ഷ്മി, ആരതി എടുക്ക്. ഇവളകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകും. കേറി വന്നോടെ. ബാബാ, കിങ്ങായിട്ട് അഭിനയിക്കുന്ന ആ ഡമ്മിയെ നമുക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കിങ്ങിന്റെ അനിയനെ കൊന്നിട്ട് രക്ഷപ്പെടണം നമുക്കിവിടുന്ന്. കിങ്ങിനെ കൊന്നെന്ന് പറഞ്ഞിട്ട് കിക്കി കിക്കി എന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് ചിരിച്ചല്ലോ. പിന്നെ എങ്ങനെയാ അവൻ തിരിച്ചു വന്നത്? അത് തന്നെയാടാ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയാം. എടാ കള്ള ജെപി, ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്ന് കിങ് ആണെന്ന് പറഞ്ഞ് നാടകം കളിക്കാൻ നോക്കുന്നല്ലേടാ. ഞങ്ങളെ ഒതുക്കി സ്വത്ത് മുഴുവൻ ഒറ്റയടിക്ക് അടിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? നിങ്ങളോട് സത്യം പറഞ്ഞ് വലിച്ച ഡയലോഗ് വെക്കാൻ വേണ്ടിട്ടൊന്നല്ല, നേരിട്ട് അവനോട് പോയി ചോദിക്കാം. എടാ പോക്കിരി സേതു, ആ ജെപിയുടെ കയ്യിലെ കാശ് വാങ്ങിച്ചോണ്ട് ഈ കൊട്ടാരത്തിൽ കയറി വന്ന് ഞങ്ങളെല്ലാരും പറ്റിക്കാന്ന് വിചാരിച്ചേടാ. എന്തായി പറയുന്നത്? ഇത് ഞാനാ കിങ്. ഓ, നീ ആ കിങ് എങ്കിൽ ശരിക്കും നിനക്ക് 14 വയസ്സുള്ളപ്പോ നിനക്ക് ഞങ്ങൾക്ക് ഇടയിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് പറ. നിന്റെ ഉപനയനം കഴിഞ്ഞപ്പോ നിന്റെ അച്ഛൻ നിനക്കൊരു സമ്മാനം തന്നില്ലേ? അതെന്താണെന്ന് പറ. ഇനി എന്തിനാ നോക്കിക്കുന്നേ? ഇവൻ കിങ് അല്ലാന്ന് മനസ്സിലായില്ലേ? പോലീസിന് വേഗം ഫോൺ ചെയ്തിട്ട് ഈ ബാച്ചിനെ മൊത്തം പിടിച്ചകത്തില്ല. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് 14 വയസ്സുള്ളപ്പോൾ നിങ്ങൾ ആ പാവം മാനേജരെ പഴിചാരി ക്യാഷ് മോഷ്ടിച്ചത് ഞാൻ കണ്ടുപിടിച്ചു. ഓർമ്മയുണ്ട്. എന്റെ ഉപനയനം കഴിഞ്ഞ അന്ന് അച്ഛൻ എനിക്കൊരു സമ്മാനം തന്ന എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? ഈ വാള്. എന്തിനാ ഇത് തന്നെന്നറിയോ? നിന്നെ പോലുള്ള ചതിയന്മാരുടെ കഴുത്തറക്കാൻ വേണ്ടിയാ. എന്തിനാടാ എല്ലാരോടും എന്നെ കൊല്ലിച്ചത്? പറയടാ, എന്തിനാ കൊല്ലിച്ചതെന്ന്? എനിക്കൊന്നും അറിഞ്ഞൂടാട്ടോ ഗോപിയേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ? എന്താന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ വെറുതെ എന്തൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇവനും ആ ജെപി കൂടിയാ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. എന്താ ശരത്തെ ഡള്ളായിരിക്കുന്നത്? രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ? എന്താണെന്നറിയില്ല, രാത്രി മുഴുവൻ തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് മുതൽ നല്ല തലവേദനയും. ഈ കാലാവസ്ഥയുടെയും വെള്ളത്തിന്റെയൊക്കെ ആയിരിക്കും. പതുക്കെ ശരിയായിക്കോളും. കഴിക്കും. ഏയ് മാമാ, വാ വന്ന് കാപ്പിടിക്ക. വേണ്ട പോലെ ഞങ്ങൾ പിന്നിരുന്നോളാം. വരാൻ പറഞ്ഞില്ലേ? ഇതോടെ കിങ്ങിന്റെ അനിയനും ഫിനിഷ്. വാ ഇരിക്കെ, കാപ്പി കുടിക്കേ. കാപ്പിയൊക്കെ എപ്പോഴും കുടിക്കുന്നല്ലടാ. ആ ദാസ് വന്ന് വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുക. പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. മോനെ ചേച്ചിയോട് പറഞ്ഞ് 1 കോടി രൂപ വാങ്ങിച്ചു തരികയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അവന്റെ ഉപദ്രവം അങ്ങ് തീർത്തു വിട്ടേക്കാം. ഗുഡ് മോർണിംഗ് ഏട്ടാ. മോർണിംഗ് ഡാ, ഇരുന്നോ. ജ്യൂസ്. എന്താ മോനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി കാശ് എണ്ണി വാങ്ങിച്ചോണ്ട് വാ. എന്ത് പറ്റി ദീപ? ഇത് കുടിക്കാൻ നീ വേഗം ചെല്ലുന്നു. എന്തിനാ വന്നത്? വീണ്ടും എന്തിനാ വന്നത്? പറ
പറയാൻ. പറ. എന്നോടാ ചോദിച്ചത്. അമ്മേ എന്തോ ചേട്ടാ എന്തോ ചേമ്മേ? ഒന്നുമില്ല. കലാവൈദ്യം കൊണ്ട് വാതപിത്ത കഫരോഗങ്ങൾ മാറി ശരീരം പൂർവ്വസ്ഥിതിയിൽ എത്താൻ തുടങ്ങുക അതിന്റെ ലക്ഷണോ? എന്റെ മോനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്താ എല്ലാം ശരിയായിക്കോളും. അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. വാ മോനെ. എന്റെ ശേഖര ഈ ചെയ്തോണ്ടല്ലോ എന്നെ ഈ കസേര ഒറ്റ തള്ളിന് താഴെ ഇട്ടു. ഇത്രയും വലിയ ടേബിൾ അവൻ ഒറ്റയ്ക്ക് പൊക്കി എറിഞ്ഞിരിക്കുന്നു. ആ പെങ്കൊച്ചിന്റെ കഴുത്തിനും കയറി പിടിച്ചു. ഇവന് തലയ്ക്ക് വട്ടായി പോയെന്നാ തോന്നുന്നേ. ഇതൊന്നും ചെയ്തത് അവനല്ല. പിന്നെ നീയാണോ ചെയ്തത് ശേഖര? ആര് ചെയ്തു ആര് ചെയ്യിക്കുന്നു എന്നൊക്കെ എന്തായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. പിശാചരൂപാതി ദുഷ്ടശക്തികളും എല്ലാ ക്രോധവും ബാധയും ഉന്മൂലനം ചെയ്ത് ആധാരമൂർത്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് സഹസ്രമണ്ഡല ദീക്ഷയോടെ തപോബലം ചെയ്തെടുത്ത രക്ഷായി. ഇത് വിശ്വാസത്തോടെ ദേഹത്ത് ധരിച്ചാൽ ഒരു ദുഷ്ടശക്തിയും ഇനി അടുത്തേക്ക് വരില്ല. നിദ്രാഹാനി, അപായ ഭീതി ഇതെല്ലാം ഇത് ധരിക്കുന്നതോടെ ഒഴിയുന്നതാണ്. സർവശ്രേയസ്കരം. മോന്റെ ജാതകപ്രകാരം അധികം വൈകാതെ തന്നെ കല്യാണ യോഗമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്നത് നടത്തുന്നതാണ് നല്ലത്. ജാതകത്തിൽ അങ്ങനെ എന്തായാലും എഴുതി വെച്ചാ പോരെ. നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര പെട്ടെന്ന് ഇവിടുത്തെ നിലയ്ക്കും അവനും ചേർന്ന് നല്ല പെണ്ണിന് എവിടെ നിന്ന് ഒത്തു കിട്ടാനാ? എന്റെ വലിയ മോന് ചേരുന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ വീട്ടിലാരാ? ശ്രാവണി. ഡോക്ടർ സാർ, നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ? എല്ലാം എന്റെ അനിയത്തിയുടെ ഇഷ്ടം. എന്ത് പറയുന്നു മോളെ? വളരെ സന്തോഷമുണ്ട്. അനിയ, പെട്ടെന്ന് ജോത്സ്യനെ വിളിപ്പിച്ച് മുഹൂർത്തം കുറിപ്പിക്കണം. ഈ പാലസിൽ വളരെ കാലത്തിന് ശേഷമാ ഇങ്ങനൊരു ശുഭകാര്യം. അതുകൊണ്ട് ആരെയും മറന്നു പോകാതെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം.
ആരാണത്? ഇതെന്ത് മറിമായം? സമ്മതിച്ചിരിക്കുന്ന ശരത്തെ, എങ്ങനെയാ ഒറ്റയ്ക്ക് നീ ഇത്രയും പേരെ ഇടിച്ചിട്ടത്? നിങ്ങളുടെ ശരത്തിനുള്ള ഗഡ്സ് ഉണ്ടോ? അപ്പം നീ പോക്കിരി ചെയ്തു. പോക്കര് ചെയ്തു? അപ്പൊ ശരത്തോടെ പോയി? ഞാൻ എൻട്രി ചെയ്തപ്പോഴേ അവൻ പമ്പ കടന്നു. എനിക്ക് കല്യാണം ഉറപ്പിച്ച് നിങ്ങളുടെ അനിയത്തി അവന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? ഇപ്പൊ അതേ മുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ആ ശരത്ത് ജീവനോടെ ഉണ്ടാവില്ല. മോളെ ശ്രാവണി, മോളെ ശ്രാവണി, എഴുന്നേറ്റ്. എന്തിനായിട്ടാ ഉറക്കത്തിൽ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എടി, ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്താ പിന്നെ ഉറങ്ങാം, പക്ഷെ ജീവിതത്തിൽ ഡിസ്റ്റർബ് ചെയ്ത് എന്ത് ചെയ്യും? എന്ത് പറ്റിയേട്ടാ? ആ പോക്കര് ചെയ്തു എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നപ്പോ അവനെ പേടിച്ച് ശരത്ത് ഓടിക്കളഞ്ഞു മോളെ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? അവൻ ഇവിടെ നിക്കോ പോകോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മുടെ ശരത്ത് രക്ഷപ്പെട്ടില്ലേ, നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. പാ, എഴുന്നേക്ക്. ആ, അത് ശരിയാ. സോറി ദീപക്. എന്തിനാ വന്നത്? പിന്നെ നീ എന്തിനാ വന്നത്? എന്റെ അനിയനെ നീ എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? ശരിക്കും ആരാണ് നീ? പറയടി, ആരാണ് നീ? പറയടി. ഇവൾ നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയാ ചിന്ന വന്നിരിക്കുന്നത്. നീ ആരെയാ അനിയാന്ന് വിളിച്ചത്? നീ കിങ് അല്ല, പോക്കർ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ല, കിങ്. കിങ് എപ്പോഴേ ചത്തുപോയി. ഞാനാ അയാളെ കൊല്ലിച്ചത്. എന്തിന്? അയാൾ ജീവിക്കാൻ പാടില്ലാത്തതുകൊണ്ട്. എല്ലാവരും എന്നെ കിങ്ങിന്റെ അനിയൻ, കിങ്ങിന്റെ അനിയൻ എന്നാ വിളിച്ചിരുന്നത്. അറ്റ്ലീസ്റ്റ് എന്റെ പേര് പോലും ആർക്കും അറിയില്ല. ഞാൻ ജയിച്ചാ പോലും കിങ്ങിന് അതിന് ക്രെഡിറ്റ്. എല്ലാം കിങ്. അതുകൊണ്ടാണ് ഞാൻ കിങ് ആകാൻ നോക്കിയത്. അതിനു വേണ്ടിയാ ഞാൻ കൊല്ലിച്ചത്. ഇപ്പൊ നീ ചത്തുപോയ കിങ് ആണെന്ന് പറഞ്ഞ് പണത്തിന് വേണ്ടി അഭിനയിക്കുകയാണ്. നിനക്ക് എത്ര പണം വേണം? ഞാൻ തരാം. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നീ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. കിങ്ങിനെ കൊല്ലാൻ ഒരുപാട് പേര് ശ്രമിച്ചതാ, പക്ഷെ ആർക്കും കൊല്ലാൻ പറ്റിയില്ല. എന്നാൽ നീയാണ് കൊന്നത്.
കിങ്ങിന് നിന്നിലുള്ള വിശ്വാസത്തെയാണ് കൊന്നത്, നിന്നിലുള്ള സ്നേഹത്തെയാണ് കൊന്നത്. എന്നാൽ കിങ്ങിനെ പെട്ടെന്ന് ആർക്കും അങ്ങനെ കൊല്ലാൻ പറ്റില്ല മോനെ. കിങ്ങിനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയില്ലെന്നല്ല, അസാധ്യമാണെന്നതാ സത്യം. എന്താ മനസ്സിലായില്ലേ? താൻ ജീവനുള്ള സ്നേഹിച്ച തന്റെ അനിയൻ തന്നെയാണ് തന്റെ ജീവനെടുക്കാൻ നോക്കിയെന്ന് അറിഞ്ഞപ്പോ മനസ്സ് തകർന്നുപോയ ആ വലിയ മനുഷ്യനാടാ ഇത്. രാജാചന്ദ്ര പ്രതാപ വർമ്മ. വെറുതെ കബളിപ്പിക്കാൻ നോക്കരുത്. ഇവൻ കിങ് അല്ല, പോക്കറ്റ് ചെയ്തുവാ. ഒരാളെ പോലെ 9 പേരുണ്ടാവുമെന്ന്, എന്നാൽ യഥാർത്ഥയാൾ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. കിങ്ങിന്റെ ബോഡി ഗാർഡായിരുന്ന മുന്നയുടെ പേരാണ് പോക്രി സേതു എന്ന്. അവൻ എന്റെ മോനാണ്. വീട്ടിലുള്ളവർ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കിങ് താൻ മരിച്ചതായി എല്ലാവരെയും വിശ്വസിപ്പിച്ച് പോക്രി സേതുവായി തിരിച്ചു വന്നത് യഥാർത്ഥ കൊലയാളി ആരാണെന്ന് അറിയാനാണ്. അത് നീയാണെന്നറിഞ്ഞ ഈ നിമിഷമാണ് കിങ് ശരിക്കും മരിച്ചുപോയത്. രാജ സാർ, ഈ പൂജ ആരാന്നറിയാവോ? മുൻപ് ഈ പാലസിൽ വർക്ക് ചെയ്തിരുന്ന രാഘവൻ സാറിന്റെ മകളാ. ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഭഗത് സേഠ് പൂജ ഉപയോഗിച്ച് ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കായിരുന്നു. അതിനുവേണ്ടിയാ പൂജ ദീപകിനെ ട്രാപ്പ് ചെയ്ത്. നിന്നെ എങ്ങനെയാ മാരേജ് ചെയ്യുന്നത്? ഏത് കാര്യത്തിന് നീ ഏട്ടനെയല്ലേ ആശ്രയിക്കുന്നത്? അപ്പോ കിങ് ഇല്ലാതെ വന്ന ദീപക്, കിങ് വരാൻ ഒരു സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ നീ ഇന്ന് പൂജയുടെ കൈ കൊണ്ട് ചാകുവായിരുന്നു. ഇവന്റെ കൈ കൊണ്ട് നീയും ചാകുമായിരുന്നു. പറടാ. അതെ, ഭഗത് സേഠ് നിന്നെ കൊല്ലാൻ പറഞ്ഞു. പൂജ, അന്ന് എല്ലാവരുടെയും മുമ്പിൽ കുടുംബത്തിന്റെ അഭിമാനം പോകാതിരിക്കാൻ വേണ്ടി നിന്റെ അച്ഛനോട് എനിക്ക് വേറൊന്നും പറയാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്ന് വളരെ കുട്ടിയായിരുന്നു നിന്നെ നന്നായി വളർത്തേണ്ട ബാധ്യത എൻ്റേതാണെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു. പക്ഷെ അതൊന്നും നിനക്കറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും നിന്റെ അച്ഛന് പകരമാവില്ലെന്നറിയാം. നിന്റെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റിന് എന്നെ കൊല്ലാനുള്ള അധികാരം നിനക്കുണ്ട്. എന്നാൽ എൻ്റെ അനിയൻ ഇക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ദീപക്, അച്ഛൻ എന്നെ കിങ്ങെന്ന് വിളിച്ച് ഏൽപ്പിച്ചു തന്നത് അധികാരമല്ല, ബാധ്യതയാ. ആ ബാധ്യതയുടെ പേരിൽ ലൈഫിൽ എനിക്ക് മിസ്സായതെല്ലാം നീ വേണം നികത്താൻ. അതുകൊണ്ടാണ് നിന്റെ നേട്ടം എന്റെ നേട്ടമായി കണ്ടത്. നീ ജയിക്കുമ്പോൾ ഞാൻ ആഘോഷിക്കുന്നത്. വെറും ഒരു ഏട്ടന്റെ സ്ഥാനത്തായിരുന്നില്ല ഞാൻ, അച്ഛന്റെ സ്ഥാനത്തായിരുന്നു. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നുണ്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. നിനക്ക് വേണ്ടത് എന്റെ ജീവനായിരുന്നു എന്നറിഞ്ഞില്ല മോനെ. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി അറിഞ്ഞ അന്നു മുതൽ അമ്മ ഇതുവരെ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല. ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് നീയാണെന്നറിഞ്ഞാൽ അമ്മ ഇതെങ്ങനെ സഹിക്കൂടാ? എന്നോട് ക്ഷമിക്കേട്ടാ, എന്നോട് ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കേ. ക്ഷമിക്കാവുന്ന തെറ്റാണോടാ നീ എന്നോട് ചെയ്തത്?
ശരത്ത് എവിടേക്കാണാവോ ദൈവമേ പോയിരിക്കുന്നത്? എത്രയും വേഗം അവനെ തിരിച്ചുകൊണ്ട് തരണേ ഭഗവാനെ. അല്ല, വിളിച്ചാ വിളി കേൾക്കുന്നു പറഞ്ഞ് വെറുതെ അല്ല. ശരത്തൊളിയോ? ദൈവമേ സാറോ? ദൈവം രക്ഷിച്ചു. ആരോടും പറയാതെ നീ എവിടെ പോയതാ? പോക്കർ ചെയ്തു എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ നാട്ടിലേക്ക് പോയി. നിനക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. പേടിച്ചോടുന്നാണോ ഭാഗ്യം? അവനെ ഞാൻ വെറുതെ വിടുമെന്നാണ് കരുതുന്നത്. പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പോയവരുടെ പേരിൽ നീ എങ്ങനെ കേസ് കൊടുക്കണം? എങ്ങോട്ട് പോയവൻ? മോളിലോട്ട് പോയി. അയ്യോ, പോക്കർ സേതുവിന്റെ അച്ഛനല്ലേ? മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ പറ്റൂല. മനുഷ്യത്വം വിചാരിച്ച് നിനക്ക് സമയം കിട്ടുമ്പോ ഒക്കെ അയക്കടെ അടുത്ത് പോയി സേതുവായിട്ടൊന്ന് ആക്ട് ചെയ്യണം. എനിക്കൊന്നും പറ്റില്ല. അതെന്താണ്? ഇതൊരു വലിയ ഉപദ്രവമായിരിക്കും. വരുമ്പോ ട്രെയിനിൽ വെച്ച് ആ കിങ്ങിന്റെ അമ്മയെ കണ്ടു. അവിടെയും ഇതേ ഫീലിംഗ്സ് കൊണ്ട് ഞാൻ അവരോട് കമ്മിറ്റായി. ഇവിടെ സേതുവായിട്ടും ആക്ട് ചെയ്യാൻ പറയുന്നു. ഒറ്റയ്ക്ക് ഞാൻ എത്ര യാത്ര ചെയ്യും? ഇതെന്താ ദശാവതാര സിനിമയോ? എടാ, മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുണ്യമല്ലടാ. എങ്കിൽ എനിക്ക് ശ്രാവണിയോടൊന്ന് സംസാരിക്കണം. ശ്രാവണിയോടെ? എന്താ ശരത് പെട്ടെന്ന് എങ്ങോട്ടാ പോയത്? നിന്നെ കാണാതെ എത്ര വിഷമിച്ചെന്നറിയോ ഞാൻ. ശ്രാവണി, നിന്നോടൊരു സത്യം പറയാനുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ശരത്തല്ല, പിന്നെ കിങ്. കിട്ടു, നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇന്ന് മുതൽ ഭഗത് സേട്ടിന്റെ എല്ലാ പ്ലാനുകളുടെയും ഡീറ്റെയിൽസ് തരാം. സ്വപ്നയെ കുറിച്ച് അന്വേഷിച്ചു സാർ. അവൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വ്യാജമാണ് സാർ. നീ അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ എങ്ങനെ നമ്മുടെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്തത്? സാറിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉള്ളതുകൊണ്ടാ. ഞാനില്ലാത്തപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ബ്ലാങ്ക് ലെറ്റർ പാഡിൽ സൈൻ ചെയ്ത് വീട്ടിൽ സേഫായി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാരോ നിങ്ങൾ അറ്റാക്ക് ചെയ്ത ഭഗത് സേട്ടിന്റെ ആൾക്കാരാ. എന്നാൽ നിങ്ങളെ ഷൂട്ട് ചെയ്ത പെണ്ണാരാണെന്ന് മാത്രം എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല സർ. ഭഗത് സേട്ടിന്റെ കയ്യിൽ നിങ്ങളുടെ ഡേ ടു ഡേ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഒറീസ ട്രിപ്പിന്റെ അടക്കം. പാലസിലുള്ള ആരോ ഭഗത് സേട്ടിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് സർ. താങ്ക് യു കിട്ടു. മുന്ന, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അങ്ങനെയാണ് മുന്നയുടെ ഹെൽപ്പോടെ ഈ പ്ലേ തുടങ്ങുന്നത്. ഞാൻ സഹായിക്കാം. വണ്ടിയിലോട്ട് കയറിക്കോ. ആരാണ് കൊലയാളി എന്നറിയാൻ വേണ്ടി പോക്കർ ചെയ്തുപോയി ഞാൻ വീണ്ടും പാലസിലേക്ക് വന്നു. ഞാൻ സംശയിച്ച ആരുമല്ല ഈ ക്രൈമിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അനിയൻ ആഗ്രഹിക്കുന്ന സ്ഥാനം അവന് കിട്ടാൻ വേണ്ടി ഞാൻ മരിച്ചതായി എല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ട് ഇവിടേക്ക് വന്നു. സർ, എന്തിനാ കിട്ടു ഇവിടേക്ക് വന്നത്? ഭഗത് സേട്ട് ദീപകിന്റെ കാറിൽ ബോംബ് വയ്ക്കാൻ എന്നെ ഏൽപ്പിച്ചു സർ. എന്നിട്ട് നീ എന്ത് ചെയ്തു? അവന്റെ കാറിൽ തന്നെ വെച്ചു സർ. ഭഗത് സേട്ടാ. കിട്ടു, എന്താടാ? ഭഗത് സേട്ട്, നിന്നോട് ആദ്യമേ പറഞ്ഞതാ, നീ എന്റെ ആൾക്കാരെ കുറിച്ച് ആലോചിച്ചാൽ ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുമെന്ന്. ആരടാ നീ? കിങ്.